ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു തിരുവെഴുത്ത് നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം. സാധാരണഗതിയിൽ 2 തെസ്സലോനിക്യ ലേഖനം എന്ന് നമ്മൾ പറയും. 2-ാം അധ്യായം 14-15 വേദഭാഗങ്ങൾ ഇപ്പോൾ പ്രിയപ്പെട്ടവൻ വായിച്ച് നമ്മെ കേൾപ്പിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. മതി. പരിചയമുള്ളൊരു വേദഭാഗമാണ്. ഇവിടെ പ്രസംഗം നടക്കുന്നത് ഒരു ശവക്കോട്ടയിലല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ജീവനുള്ള ദൈവമക്കളാണ് മുമ്പിലിരിക്കുന്നത്. നിങ്ങളുടെ അധരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം ഞങ്ങളിലിവിടെ ഇരിക്കുന്നവരാര് പ്രസംഗിച്ചാലും ദൈവമഹത്വം വെളിപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ദൈവസാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ വേദപുസ്തകം പറയുന്നവൻ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനാണ്. സ്തുതിയാകുന്ന സിംഹാസനം നാം ഇട്ടുകൊടുക്കുമ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങും. ദൈവസാന്നിധ്യം ഇറങ്ങിയെങ്കിൽ മാത്രമേ ഞങ്ങളിൽ ആര് പ്രസംഗിച്ചിട്ടും കഥയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളിൽ ആരും ആരെക്കാളും വലിയവരല്ല, ചെറിയവരും അല്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ ബഹുമാനിക്കുന്നെങ്കിലും ഇരുന്നാൽ എല്ലാവരും കർത്താവിൻ്റെ വേലക്കാരാണ്. അങ്ങനെയേ കാണാവൂ. അതിനപ്പുറം പോയ അപകടമാണ്. അതിനപ്പുറം പോയതിൻ്റെ അപകടമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്. രക്ഷയിലേക്ക് വിളിച്ചത്. ആദ്യ ഭാഗം ഒന്നുകൂടെ വായിച്ച്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തെ. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാരുടെ സുവിശേഷ ഘോഷണത്താൽ ഞങ്ങളെ പോലുള്ളവരുടെയൊക്കെ പ്രസംഗം കൊണ്ട് നിങ്ങളെ പോലുള്ളവരെയൊക്കെ ദൈവം രക്ഷയിലേക്ക് വിളിച്ചു. അങ്ങനെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ വിളിച്ചു എന്ന ബോധ്യമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവർക്കും ബോധ്യമുണ്ട് എന്തിനാ വിളിച്ചേ, എന്തിനാ വിളിച്ചേ. വായിച്ചുകൂടെ, ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. എന്തിനാ വിളിച്ചേ, എന്തിനാ വിളിച്ചേ? അംബാനിയാക്കാനല്ല വിളിച്ചത്. ആമേൻ. ആണോ? അല്ല. എന്തിനാ വിളിച്ചത്? ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പെന്തക്കോസ്തുകാർക്ക്. ഒരു ഓർമ്മപ്പെടുത്തലാണ്. രക്ഷിക്കപ്പെടാത്ത മാധവൻകുട്ടിയോടോ കറിയാച്ചനോടോ മമ്മദ് കുട്ടിയോടോ അല്ല പൗലോസ് ശ്ലീഹ അത് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും ആത്മാവിൽ ആരാധിക്കുന്നെന്നുമൊക്കെ അവകാശപ്പെട്ടെ തെസ്സലോനിക്യ സഭയ്ക്ക് അകത്ത് വന്നിരുന്ന് പാട്ടുപാടി ആരാധിക്കുന്ന വിശ്വാസികളായ വിശുദ്ധന്മാരോട് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ മറന്നു പോകരുത്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെപ്പോലുള്ളവരുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെപ്പോലുള്ളവരെ ദൈവം വിളിച്ചു വേർതിരിച്ചത് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാനോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ആക്കി കാണിക്കാനോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനോ അല്ല, മറിച്ച് വല്ലവിധേന കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കണം. അത് വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല ഇപ്പം. അതിപ്പോൾ വലിയ സന്തോഷമൊന്നുമുള്ള കാര്യമല്ല. പക്ഷേ അതിൽ സന്തോഷിച്ചിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അതാരാ? നമ്മുടെ പിതാക്കന്മാർ. പെന്തിക്കോസിനകത്തെ ഒത്തിരി പാരമ്പര്യം പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ചിലത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരത് സമ്മതിക്കും. കാരണം അവർക്കറിയാം നിത്യതയെക്കുറിച്ചുള്ള ദർശനം ദൈവം ഒരു കൂട്ടം പിതാക്കന്മാരുടെ അകത്തോട്ട് ഇട്ടുകൊടുത്തപ്പോൾ ആ ദർശനം യഥാർത്ഥമായി മനസ്സിലാക്കിയ ചില പിതാക്കന്മാർ അവർക്കുണ്ടായിരുന്ന
ഭൗതികമായ സകല നന്മകളെയും സെക്കൻഡെന്നെണ്ണി. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ചപ്പെന്നും ചവറെന്നും എണ്ണിയിട്ടെ ഈ നിത്യതയെക്കുറിച്ചുള്ള ദർശനം അകത്തു കയറിയപ്പോൾ രക്തബന്ധങ്ങളെ ഉപേക്ഷിച്ചു, ചാർച്ചക്കാരെ ഉപേക്ഷിച്ചു, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു, കെട്ടുതാലി വരെ പൊട്ടിച്ചു. കൊച്ചുങ്ങളെയും പിടിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് തെക്കോട്ട് പോണോ വടക്കോട്ട് പോണോ എന്നറിയാതെ നെടുവീർപ്പിട്ട് ദൈവമുഖത്തേക്ക് നോക്കി ആരാധനയ്ക്ക് പോകുവാൻ വണ്ടിക്കൂലിയില്ലാതെ കിലോമീറ്ററോളം നടന്നും മക്കൾക്ക് കൊടുക്കുവാൻ വാട്ടുകപ്പ പോലും ഇല്ലാതെ യേശു അപ്പച്ചൻ തരും മക്കളെ എന്നും പറഞ്ഞ് പ്രത്യാശയുടെ 2 പാട്ടുപാടി അവരെ ഉറക്കിയും. നോക്കേ, ഏലിയാവിൻ്റെ അടുക്കൽ കാക്ക വന്നൊരു കഥ പറഞ്ഞ് കൊച്ചുങ്ങളെ പറ്റിച്ച് ജനൽ തുറന്നിട്ടേച്ച് ഇതിലേ കാക്ക വരുമെന്ന് പറഞ്ഞ് ജനലിലോട്ടും നോക്കി 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 വിഷം നുറങ്ങിപ്പോയ കുഞ്ഞുങ്ങളും സുവിശേഷ വിരോധികൾ മനുഷ്യന്റെ പച്ച മലം വാരി വായേലും ജുബായേലും ഒക്കെ എറിഞ്ഞ് ഓടടാ വെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പച്ച മലവും ഒക്കെ പറ്റിച്ച് പൈപ്പ് വെള്ളം കുടിക്കാതെ കിലോമീറ്ററോളം നടന്ന് വീട്ടിൽ വന്നേ ആശ്വാസത്തിന് ആരും തുണയില്ലാഞ്ഞപ്പോൾ പാട്ടുപുസ്തകം തുറന്നു വെച്ചിട്ടെ അഴലേറും ജീവിതം അരുവിൽ നീ തളർന്നു പോകല്ലേ സഹജേ എന്ന് സ്വന്തം മനസ്സിനെ തന്നെത്താൻ പാടി ആശ്വസിപ്പിച്ചും കൊണ്ട് ഒരു കൂട്ടം പിതാക്കന്മാര് ചോരയും നീരും കൊടുത്ത് ആമേ സ്ഥാപിച്ച പ്രസ്ഥാനമല്ല പെന്തക്കോസ്ത്, അനുഭവമാണ് പെന്തക്കോസ്ത്. ആമേൻ. ഇന്ന് ആ പിതാക്കന്മാർ വലിച്ചെറിഞ്ഞതെല്ലാം പുതിയ തലമുറ കുനിഞ്ഞു പറക്കുക. നടക്കട്ടെ നടക്കട്ടെ, നിങ്ങൾക്കതൊക്കെ സന്തോഷമാണല്ലോ, നടക്കട്ടെ. ഇത് കുനിഞ്ഞു പറക്കുകയാണ്. അവര് ചപ്പെന്നും ചവറെന്നും വിളിച്ചതിനെ ഇന്നത്തെ തലമുറ വിളിക്കുന്നു പ്രാപിച്ചോ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിക്കപ്പെട്ടൊരു വാഗ്ദത്തം ഉണ്ട്. ആ വാഗ്ദത്തം ഇവിടെ കിട്ടുന്ന ഒന്നുമല്ല. കർത്താവിനോടുകൂടെ ക്ഷയം, വാട്ടം, മാലിന്യം, അങ്ങനെ യാതൊന്നുമില്ലാത്തൊരു നിത്യ അവകാശം അത് നമുക്ക് തരാം എന്നൊരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. അതിനാണ് വിളിക്കപ്പെട്ടത്. എന്തിന്? മഹത്വം പ്രാപിക്കണം. അതുകൊണ്ട് അന്ന് പെന്തിക്കോസിനകത്തോട്ട് തുള്ളാൻ ഇറങ്ങിയവരോട് ബന്ധുക്കൾ ചോദിക്കട, എന്തിനാടാ നീ ഈ പണിക്ക് ഇറങ്ങിയത്? എന്തിനാ ഈ പെന്തിക്കോസുകാരുടെ കൂടെ തുള്ളാൻ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ അവരാവേശത്തോടെ പറയും, വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ. ഒന്ന് പറയാമോ ആ പദം? വചനപ്രകാരം. എന്തിനാ ഇറങ്ങിയത്? ഉറക്കെ പറ. സത്യമാണോ ഈ പറഞ്ഞേ? ഉറപ്പാണോ? അങ്ങനെയാണെ വചനവിരുദ്ധമായത് എന്തിന് നിങ്ങൾ കൈയടിക്കുന്നു? ഇന്ന് വചനപ്രകാരം ആരാധിക്കാനാണ് ഇറങ്ങിത്തിരിച്ചതെന്ന് വാഗൊണ്ട് പറയുകയും വചനവിരുദ്ധമായത് സ്വന്തം സഭയ്ക്കകത്ത് നടക്കുമ്പോൾ കണ്ണടച്ച് കൈയടിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടും? ആമേൻ, ആമേൻ. അത് നിങ്ങൾ എല്ലാവരുടെ മുഖം മാടണ്ടല്ലോ. എല്ലാവരും അങ്ങനെ അല്ലല്ലോ. എല്ലാവരും അങ്ങനാണോ? അല്ലല്ലോ. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് കുടിയ, നിന്റെ വീട്ടിൽ കലഹം, നിന്റെ കണ്ണിന് ചുവപ്പ്, നിന്റെ മുതുക തിടി എന്നൊക്കെ ഇവിടെ പറഞ്ഞാൽ അത് കേട്ട് വേദനിക്കുന്ന ഒരാൾ ഈ ഹോളിൽ ഉണ്ടെങ്കിൽ അവൻ ആരായിരിക്കും? കുടിയനായിരിക്കും. അല്ലാത്തവർക്ക് എന്താ പ്രശ്നം? അല്ലാത്തവർ പറയും സ്തോത്രം, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാട്ടെ എന്ന് പറയും. അപ്പം മുഖം വാടുന്നെങ്കിൽ അത് ആരുടെ വാടത്തുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേറെ പിണക്കമൊന്നുമില്ല. വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ അതിൻ്റെ അർത്ഥം എന്താ? മുമ്പ് നിന്ന പള്ളിയിൽ വചനവിരുദ്ധമായ പലതും നടക്കുന്നുണ്ടെന്ന് വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചപ്പോൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയത്.
അല്ലേ? അങ്ങനല്ലേ? അതുകൊണ്ട് സാമുദായിക ക്രിസ്ത്യാനികളെ കണ്ടാൽ പെന്തിക്കോസുകാരായ നമ്മൾ ആവേശത്തോടെ പറയുന്ന ഒരു വാചകമുണ്ടേ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, പിന്നാരാ? പിതാവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പ്രമാണിക്കുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ. അവരോട് പറയാൻ നല്ല താല്പര്യമാണ് നമുക്ക് ഈ വാചകം. നമ്മളോടോ? ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. എന്തിനാ ഇത് പറഞ്ഞ? നമ്മളിടയിൽ വചനവിരുദ്ധമായ വല്ലതും ഉണ്ടോയെന്നാണ് ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുന്നത്. ഞാൻ ഇച്ചിരി കഴിയട്ടെ, ഓരോന്നോരോന്ന് അങ്ങോട്ട് പറഞ്ഞു തരാം. ആമേൻ. കേട്ടോ, എല്ലാവരും മേപ്പോട്ട് പോകാനിരിക്കല്ലേ? തീരുമ്പോൾ അറിയാം എത്ര പേര് പോകുമെന്ന്. വാക്യസഹിതം തെളിയിച്ചിട്ടേ നിർത്തത്തുള്ളൂ. ഇവിടെ സീനിയറായിട്ടുള്ള അഭിഷിക്തന്മാരിപ്പുണ്ട്. യോഗം കഴിയുമ്പോൾ വിളിച്ച്, മോനെ ആ വാക്യത്തിൽ അതങ്ങനല്ല ഇങ്ങനാന്ന് പറ. അപ്പോഴും തിരുത്തും. പക്ഷെ എന്തു വേണം? വചന തെളിവ് വേണം. ഊഹാപോഹമൊന്നും വേണ്ട. ആമേ. അങ്ങനെ പറഞ്ഞാൽ അപ്പോഴും സൺഡേ ക്ലാസ്സിലെ കുഞ്ഞ് പറഞ്ഞാലും പിന്നെ അവിടെ നീ ആരാ എന്നോട് പറയാനെന്ന് ചോദിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. ദൈവവചനമാണോ അവിടെ നെടുമ്പാട് വീഴുക എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഒരു കുഞ്ഞു കാര്യത്തിൽ ഞാനങ്ങോട്ട് തുടങ്ങാം. അച്ഛൻ്റെ പേരെന്തു വെച്ചാൽ? പേര് സണ്ണി. ഈ സണ്ണി എന്ന ദൈവദാസനെ ഇച്ചിരി നേരത്തേക്ക് ഞാൻ കത്തോലിക്കനാക്കാൻ പോവാണ്. ചുമ്മാ കത്തോലിക്കനായ ഒരു സഹോദരനാക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ സണ്ണി എന്ന് പറയും. പിണങ്ങൊന്നും ചെയ്യല്ലോ, ഉദാഹരണത്തിന് വേണ്ടിയാണ്. ഇന്നാൾ ഇതേപോലെ ഒരു സ്ഥലത്ത് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് വെളിയിലിറങ്ങിയപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചാൽ പുള്ളി പാസ്റ്റർ എന്ന് പറഞ്ഞില്ല എന്ന്. ഉദാഹരണം പറഞ്ഞുകൊണ്ടല്ലേ സണ്ണി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കേ, സണ്ണി എന്ന് പറയുന്നത് കത്തോലിക്കനായ സഹോദരൻ. ഡിസംബർ 25 പുള്ളി ക്രിസ്മസ് ആയതുകൊണ്ട് പള്ളിയിൽ പോവുകയാണ്. ഒരു കൂടി മെഴുകുതിരിയും കയ്യിലുണ്ട്. വഴിയിൽ വെച്ചു ചാക്കോ പാസ്റ്ററെ കണ്ടു. ചാക്കോ ചോദിച്ചു, സണ്ണിയേ എവിടെ പോവാ? ക്രിസ്മസ് അല്ലയോ ഉപദേശി, പള്ളിയിൽ പോവാണ്. ആ സണ്ണി ഒരു 10 മിനിറ്റ് ഒന്ന് നിൽക്ക്. എന്നാ ഉപദേശി? സണ്ണി, ക്രിസ്മസ് ഒന്നും ദൈവീകമല്ല. യേശു ജനിച്ചത് ഡിസംബർ 25 വല്ലതും ബൈബിളിലുണ്ടോ? അവിടെ സണ്ണി പറഞ്ഞു, ബൈബിളിൽ ഇല്ലേ? ബൈബിളിൽ ഇല്ല സണ്ണി. പിന്നെ ഇത് എവിടുന്ന് വന്നു? അതാ സണ്ണി പഠിക്കണം. ഇത് ബാബിലോണ്യ സംസ്കാരമാണ്. ബാബിലോണ്യ മതക്കാർ ആരാധിക്കുന്ന ദൈവം ആരാന്ന് സണ്ണിക്കറിയാമോ? അത് സൂര്യദേവൻ എന്നാണ്. അവരതിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ഇല്ല, തമ്മൂസ് ദേവൻ എന്നാണ്. ഈ തമ്മൂസിനെ കുറിച്ചുള്ള വിലാപം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ സണ്ണി വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. സണ്ണി ചോദിച്ചു, ഏത് പുസ്തകത്തിൽ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ. അയ്യോ, അത് വീട്ടിൽ ഇല്ല, വീട്ടിൽ ബൈബിള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ചാക്കോച്ചാൻ പറഞ്ഞു, അയ്യോ അത് ബൈബിളിലുള്ള പുസ്തകമാ. ആണോ? ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ചാക്കോ പാസ്റ്റർ സണ്ണിയോടെ സുവിശേഷം പറഞ്ഞു. സണ്ണിയുടെ കണ്ണ് ദൈവം തുറന്നു. സന്തോഷമില്ല? പള്ളിയിൽ പോകാൻ മെഴുകുതിരിയും കൊണ്ടുപോയ സണ്ണി ചാക്കോ പാസ്റ്റർ കൂടെ എവിടെ വന്നു? ആലയത്തിൽ വന്നു. ആലയത്തിൽ വന്നു വചനം കേട്ടപ്പോൾ സണ്ണി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പെന്തക്കോസുകാരനായി. ഇപ്പൊ പെന്തക്കോസുകാരുടെ ക്രിസ്മസ് ആശംസ കൊണ്ട് സണ്ണിക്ക് മൊബൈൽ തുറക്കാൻ വയ്യ. എന്താ സ്വത്രമൊക്കെ പോയേ? കുഞ്ഞു കാര്യമാണ്, തുടങ്ങിയില്ല. ഞാൻ ഒന്ന് തുടങ്ങാൻ വേണ്ടി ഇട്ട് തന്നതാ. ഞാൻ പറഞ്ഞത് തെറ്റോ ശരിയോ? നിങ്ങളുടെ ഒന്നും മൊബൈൽ ഇതുവരെ ഒരു പെന്തിക്കോസുകാരനും ക്രിസ്മസ് ആശംസ, ഈസ്റ്റർ ആശംസയും ഓണാശംസ ഒന്നും അയച്ചിട്ടില്ലേ? മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പറയരുത്. എൻ്റെ അടുത്ത് ഒരിക്കൽ അയച്ച മേലെ ഈ പണിക്ക് നിൽക്കരുത് ഞാൻ പറയും. പിടി കിട്ടിയോ? അപ്പം സണ്ണി അവിടെ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, അയ്യോ തെറ്റ്. അതേ തെറ്റ് വെള്ള ഉടുപ്പിട്ട് ഇവിടെ ചെയ്താൽ ദൈവം എന്നാ വിശുദ്ധമാക്കുമോ? എന്താ നിങ്ങളാരും മിണ്ടാത്തെ? ഒരു കൊച്ചു കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങൾ പിണങ്ങിയെങ്കിൽ ഇനി ഗൗരവമുള്ള നല്ല റോക്കറ്റ് ഞാൻ എടുക്കാൻ പോയി. ഇതിനകത്തിരിപ്പുണ്ട്. നല്ല ബോംബിനകത്തിരിപ്പുണ്ട്. ഇതകത്തായത് നന്നായി. സാധാരണ പുറത്ത് പറയുന്ന എല്ലാവരുടെയും വിഷമം. ഞാനും അത് പ്രതീക്ഷിച്ചോണ്ടാണ് വന്നേ. അകത്താന്ന് കണ്ടപ്പോൾ സന്തോഷമായി. ആമേൻ. ശ്രദ്ധിച്ചോണം. വചനപ്രകാരം
ദൈവത്തെ ആരാധിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടേ ഇന്ന് നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഒന്ന് മനസാക്ഷി തൊട്ട് ചിന്തിക്കണം. ഇന്ന് രാത്രി മഹത്വം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടെന്ന് മറന്നു പോകരുത്. ആമേൻ. ഇപ്പൊ ചിലർ പറയുന്നൊരു ചിന്തയുണ്ട് നമ്മുടെ നാട്ടിൽ, അതിപ്പം കുഴപ്പമൊന്നുമില്ല എന്നാ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഇല്ല. കാര്യം രക്ഷിക്കപ്പെട്ടല്ലോ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എങ്ങനായാലും എന്ത് ചെയ്യും? പിന്നെ എന്നാ എളുപ്പമല്ലേ? എന്നാ മിണ്ടാത്ത സ്വതന്ത്രം പിന്നെ അങ്ങ് പൊക്കോളൂ എന്നാ പറഞ്ഞു. രക്ഷിക്കപ്പെട്ട വെള്ളത്തിൽ മുങ്ങി എല്ലാത്തിനെയും കൂടെ വലിച്ചെടുത്തോണ്ട് പോകാനാണ് യേശു വരുന്നതെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പിന്നെ അപ്പോസ്തലപ്രവൃത്തി, പിന്നെ ഒരു പുസ്തകം കൂടെ കൊണ്ട് ബൈബിൾ അവസാനിക്കണമായിരുന്നു. ഏതേ? വെളിപ്പാട്. പോരെ? മനസ്സിലായില്ല. രക്ഷിക്കപ്പെടാൻ എന്തു മതി? സുവിശേഷം മതി. ഇനി രക്ഷിക്കപ്പെട്ടവന് എന്തെങ്കിലും ഒരു അത്ഭുതമോ അടയാളോ വല്ലതും ഒന്ന് കാണണമെങ്കിൽ, എല്ലാ നടുവേനയോ ഉളുക്കോ ഒക്കെ ഒന്ന് കാണണമെന്ന് ചിലർക്ക് ആഗ്രഹമുണ്ടല്ലോ. ഒന്ന് കാണണമെങ്കിൽ എന്ത് കിടക്കുന്നു? അപ്പോസ്തലപ്രവൃത്തി കിടപ്പുണ്ട്. പിന്നെ വെളിപ്പാട് കൊണ്ട് നിത്യതയെക്കുറിച്ചുള്ള സ്വർഗീയ കാര്യങ്ങളെ പറഞ്ഞങ്ങ് അവസാനിച്ചാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ലേഖനങ്ങളുടെ ആവശ്യമില്ല. ഉണ്ടോ? എടാ, രക്ഷിക്കപ്പെട്ടവനെ സ്നാനപ്പെട്ടവനെ എല്ലാം യേശു വലിച്ചെടുത്തോണ്ട് പോകുമെങ്കിൽ പിന്നെ ഈ സ്നാനം മുങ്ങിയവനോട് മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് പറയുന്നതല്ലേ ലേഖനം? അതിൻ്റെ ആവശ്യം എന്താ? ആഹാ, എന്തായാലും മുങ്ങി, ഇനിയിപ്പോൾ എങ്ങനെയായാലും ജീവിച്ചാലും അങ്ങ് പോകും. പിന്നെ പ്രതിഫലം ഇച്ചിരി കുറയോന്നല്ലേ ഉള്ളൂ എന്നാ ചിലർക്ക്. പ്രതിഫലം ആർക്ക് വേണം? അവിടെ ചെന്ന ട്രോഫി കിട്ടിയിട്ട് എന്നാ പുഴുങ്ങി തിന്നാനും. ഇപ്പം അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്നാ പ്രശ്നം? വല്ല വിധേനെ അവിടെ ഒന്ന് എത്തിപ്പറ്റണ്ടേ? പിന്നല്ലേ ഇത് കിട്ടുന്നതും കിട്ടാത്തയും. സ്റ്റേഡിയത്തിൻ്റെ മുമ്പിലിരുന്ന് കളി കാണുന്നതും പുറകിലിരുന്ന് കളി കാണുന്നതും വ്യത്യാസം. എവിടെ ഇരുന്നാലും കാണാമല്ലോ. ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കാണുന്നവനേക്കാളും നല്ല പോലെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ടി വി കൂടെ കാണാം, ഒരു പന്ത് പോകുന്നത് വരെ. നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് കണ്ണം തള്ളിയിരിക്കുന്നത്. അപ്പോ അവൻ ചിലത് വിചാരിച്ചിരിക്കുന്നത് സ്നാനം മുങ്ങിയ എന്ത് കഴിഞ്ഞു, ഇനി വലിച്ചെടുത്തോണ്ട് അങ്ങ് പോകുമെന്ന മോഹം. നല്ലതാ, നടക്കുകയില്ല. ആമേൻ, ആമേൻ. അങ്ങനെ കുഞ്ഞു കളിച്ചു പോകാൻ പറ്റുന്ന ഒന്നല്ല നിത്യത എന്ന് പറയുന്നത്. ഇന്നോടുന്ന ഓട്ടം അനുസരിച്ചാണെങ്കിൽ ഇവിടുത്തെ പെന്തിക്കോസിനകത്തു നിന്നൊരു തെരഞ്ഞെടുപ്പുണ്ട് നിത്യതയ്ക്ക് പോകാൻ. സ്തോത്രം. അപ്പൊ പൗലോസ് പറയുക, അതിനാ നിങ്ങൾ വിളിക്കപ്പെട്ടത്. അതൊരു ഓർമ്മപ്പെടുത്തൽ. എന്നാൽ അടുത്ത വാചകം പറഞ്ഞു, അത് കേട്ടോണം. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന്. നിൽക്കട്ടെ. അപ്പൊ മഹത്വം പ്രാപിക്കാനാണ് വിളിക്കപ്പെട്ടത്. അത് ക്ലിയർ ആയല്ലോ. മഹത്വം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണം. പകുതി വഴി കിട്ടേച്ചു പോകുന്നവനൊന്നും അങ്ങോട്ട് പോവുകയല്ല. ആമേ. മഹത്വം പ്രാപിക്കണമെങ്കിൽ അറിഞ്ഞ സത്യത്തിൽ അന്ത്യത്തോളം ഉറച്ചു നിൽക്കണം, അവസാനത്തോളം സഹിച്ചു നിൽക്കണം. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടായി എന്നോട് ഞാൻ ഈ പെന്തക്കോസ്റ്റിലെ അകത്തുള്ള ചില അപജയങ്ങളെക്കുറിച്ചൊക്കെ വിളിച്ചു പറയും. പെന്തക്കോസ്റ്റിനകത്തെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ. കാരണം IPC എന്ന പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ചില ന്യൂനതകളെ വിളിച്ചു പറയുന്നത്. ഞാൻ IPC നിന്നുകൊണ്ട് AG-ക്കാരെ കുറിച്ച് പറയുന്നത് യോഗ്യമാണോ? ഇവിടെ നിന്നുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നത് യോഗ്യമല്ല. ഇവിടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ക്രമീകരിക്കുക, എന്നിട്ട് അങ്ങോട്ട് പോവുക. അതും പറയാറുണ്ട്, പറയത്തില്ലെന്നല്ല. പക്ഷെ നമ്മുടെ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം ഒരു ആത്മീയ അനുഭവത്തിൽ മടങ്ങി വരണം. അതാണ് ആഗ്രഹം. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തിനാണ് നിൽക്കുന്നത്, കളഞ്ഞിട്ട് പോകൂടെ എന്ന്. അവിടെയാണ് വിഷയം. പെന്തക്കോസ്ത് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് 2002 അവിടെ മുതൽ ഇന്നു വരെ ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഇതിനകത്തു നിന്ന് നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവിടെ ഉറച്ചു നിൽക്കാൻ കാരണം ക്രിസ്തീയ ജീവിതം പട്ടുമത്തയാണെന്നല്ല ബൈബിള് പഠിപ്പിക്കുന്നത്. 1-2 തെളിവ് തരാം.
യേശു പറഞ്ഞെന്താ? ലോകത്തിൽ നിങ്ങൾക്ക് ഭയങ്കര സുഖമാ. അങ്ങനെ അല്ല അല്ലേ? പിന്നെന്തുവാ? കഷ്ടമാണ്. അപ്പം ഞാൻ പറയുമ്പോഴേ ഉള്ളൂ പ്രശ്നം, നിങ്ങൾ പറഞ്ഞാൽ പ്രശ്നമില്ല അല്ലേ? കഷ്ടമുണ്ട്, ഓക്കെ. ചെന്നായ്ക്കളുടെ ഇടയിൽ, അതിന് നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ തന്നെ. ഒന്ന് ഇത് പറഞ്ഞു വിടരുത്, ഒന്ന് കണ്ടും കൂടെ നോക്കണം. വായിച്ചു വിട്ടാൽ പോരാ, കണ്ടു നോക്കണം. 10 ചെന്നായി, നടുക്കൊരു കുഞ്ഞാട്. ഒന്ന് ഇമാജിൻ ചെയ്തേ. പൂട പോലും കിട്ടിയ ഭാഗ്യം. ഈ അവസ്ഥയിലാ ഒരു ദൈവ പൈതൽ ലോകത്തിൽ കിടക്കുന്നേ. ആണോ? ഇനിയും നാം ഇങ്ങനെ അനേക സുഖങ്ങളിൽ കൂടെ സ്വർഗത്തിലോട്ട് ഓടി കയറണം. അങ്ങനെയാണോ പറഞ്ഞേ? അതുമല്ലേ? പിന്നെന്താ പറഞ്ഞേ? നാം ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അങ്ങനെ പറഞ്ഞല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അടുത്തത്, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. എന്നാ പിന്നെ ഒന്നറിയണം, എനിക്ക് ക്രിസ്തുവിൻ്റെ ഭക്തനായി അല്ല ഭക്തയായി എനിക്ക് ജീവിക്കണം. അങ്ങനെ മനസ്സിലൊരു മോഹമെങ്കിലും ഉള്ളവരിനകത്തുണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം പറ. പലർക്കും താല്പര്യമില്ല. കണ്ടോ? വചനമാ ഞാൻ ചോദിച്ചത്. ക്രിസ്തുവിൻ്റെ ഇനി ഒരു ദിവസം ദൈവം എൻ്റെ ആയുസ് നീട്ടി തന്നാൽ എനിക്ക് കർത്താവിൻ്റെ ഭക്തനായി അല്ല ഭക്തയായി ജീവിക്കണം. അങ്ങനെ ചെയ്തു കാണിക്കാമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അങ്ങനെ മനസ്സിലൊരാഗ്രഹമെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാനാ പറഞ്ഞു. ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കെല്ലാം എന്തുണ്ട്? കഷ്ടമൊന്നുമല്ല, ഉപദ്രവം ഉണ്ടാകും. അങ്ങനല്ലേ എഴുതിയേ? ഇങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ തങ്കവും താരവും പറയുന്നത് നമുക്കെന്തില്ല? കഷ്ടം, അനുഗ്രഹത്തിൻ്റെ നമുക്കില്ല, അതാ ഇഷ്ടം. ഇപ്പം തന്നെ കണ്ടില്ലേ, ബൈബിളിലെ വാക്യമാണ് എന്ന് പറഞ്ഞിട്ട് പോലും കൈ പൊക്കാത്തവരിനകത്തിരിപ്പുണ്ടായി. മനസ്സിലായോ? അപ്പോൾ അവർക്ക് കർത്താവിൻ്റെ ഭക്തയായിട്ട് ജീവിക്കാനോ ഭക്തനായിട്ട് ജീവിക്കാനോ ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഇച്ചിരി കാര്യങ്ങളൊക്കെ നടക്കണം, എങ്ങാനും പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പിടിച്ച് വലിച്ചെന്ത് ചെയ്യണം? പോണം. അതിനപ്പുറത്തൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ കഷ്ടമില്ല, ഉപദ്രവമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നത് ഉപദേശമോ ദുരുപദേശമോ? അത് ഞാൻ പറയുന്നതിനാണല്ലോ നിങ്ങൾക്ക് എന്നെ കണ്ടുകൂടാത്തേ. ഇപ്പൊ നിങ്ങൾ തന്നെ സമ്മതിച്ചു. അപ്പൊ ഇതാ കാര്യം. അപ്പോ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? ഒന്നുകിൽ കളഞ്ഞേച്ച് പോകണം, അല്ലെങ്കിൽ അകത്തു നിന്ന് സത്യത്തിനു വേണ്ടി സംസാരിക്കണം. 2 ഓപ്ഷനുണ്ട്. നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കളഞ്ഞേച്ച് പോകണം, അല്ലെങ്കിൽ സത്യത്തിനു വേണ്ടി നിൽക്കണം. 2 ചിന്ത മുമ്പിൽ നിന്നപ്പോൾ, 2 ചിന്ത എൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യണം? ദൈവം ഒരു ചിന്ത തന്നത് ഇങ്ങനെയാ. നീ ഇട്ടേച്ച് പോയാൽ പെന്തക്കോസ്തിന് എന്ത് നഷ്ടം? നാളെ ഷമീർ കൊല്ലം പിന്മാറിപ്പോയെന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടവും ഇല്ല. ചുമ്മാതാ, ഒരു നഷ്ടവും ഇല്ല. ഒരു ഷമീർ പോയാൽ 9 എണ്ണത്തെ ദൈവം എന്ത് ചെയ്യും? അല്ലാതെ പെന്തക്കോസിന് ഒരു നഷ്ടവും സംഭവിക്കത്തില്ല. പിന്നെ ഒരാഴ്ച ചർച്ച നടക്കും, എന്നാലും പുള്ളി പോയല്ലോ, എന്നാലും ഇങ്ങനെയൊക്കെ പറയും. ഒരാഴ്ച ചർച്ച നടത്തി കാര്യം തീർക്കും. പെന്തക്കോസുകാർക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടം ആർക്കേ ഉള്ളൂ? നഷ്ടം എനിക്കേ ഉള്ളൂ. എൻ്റെ നിത്യത പോയി. അതുകൊണ്ട് 2ാമത്തെ ഓപ്ഷൻ തെരഞ്ഞെടുത്തു. എന്താ? ഇതിൽ ഉറച്ചു നിൽക്കുക. ഉറച്ചു നിന്ന് മഹത്വം പ്രാപിക്കുക. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. പലരെയും കണ്ടിട്ട് അവര് ശരിയല്ല, ഇവര് ശരിയല്ല, ആ പാർശ്വ ശരിയല്ല, ഈ പാർശ്വ ശരിയല്ലെന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. ആമേൻ. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ പകുതി വഴിക്കിട്ടേച്ച് പോകുന്നവരായി നിൽക്കരുതേ. നിങ്ങൾ മഹത്വം പ്രാപിക്കുവാൻ ഉറച്ചു നിൽക്കണം.
ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം പാസ്റ്റർ? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഇതൊക്കെ കേൾക്കേണ്ട താമസമാണ് പെന്തിക്കോസുകാർക്ക്. നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാചകമായതേ. എന്തിനാണ്? ഉപവാസ പ്രാർത്ഥനയ്ക്ക്. കേൾക്കുന്നുണ്ടോ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഉണർവ് പ്രസംഗകൻ വന്നിട്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തി, ഇത്രയും പറയേണ്ട താമസം നമ്മൾ അടിച്ചടിച്ച് അങ്ങനെ കയറും. അതിലെനിക്ക് പിണക്കൊന്നുമില്ല. ശക്തിപ്പെടാൻ കർത്താവല്ലേ പറഞ്ഞേ, പിന്നെ നമുക്ക് എന്നാ പിണക്കം? ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ശക്തിയിലോട്ട് കയറേണ്ടത് എപ്പോഴാ കയറേണ്ടത്? എപ്പോഴാ കയറേണ്ടത്? ആരോണ്ട് പറഞ്ഞല്ലോ, ഒടുവിൽ. എപ്പോഴാ ഈ ശക്തിയിലോട്ട് കയറേണ്ട? എപ്പോഴാ? ഒടുവിൽ അല്ലേ? ഇപ്പൊ ഈ യോഗം ഇവിടെ തുടങ്ങി, പ്രാർത്ഥിച്ചല്ലേ തുടങ്ങിയത്? അതെ. ഇതിന്റെ ഒടുവിൽ ഇത് പ്രാർത്ഥിച്ചെന്ത് ചെയ്യും? ആശീർവാദം പറയും. ഈ ആശീർവാദം പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചാക്കോ പാസ്റ്റർ അന്നിരിക്കട്ടെ. ഉദാഹരണം പുള്ളി ഏൽപ്പിച്ചേക്ക. ഒടുവിൽ എന്ത് ചെയ്യണം? ആശീർവാദം പറയണം. ശ്രദ്ധിച്ച് കേട്ടോണോ ഈ പറയുന്നത്? ഉടനെ ചാക്കോ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ അത്യാവശ്യമായിട്ട് ഒരിടത്ത് വരെ പോണം. പുള്ളിക്ക് അത്യാവശ്യമായിട്ട് എന്ത് ചെയ്യണം? പോണം. അപ്പോൾ അധ്യക്ഷൻ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഈ യോഗം ഒടുവിൽ പ്രാർത്ഥിച്ച് ആശീർവദിക്കേണ്ടത് ആരാണ്? ചാക്കോ പാസ്റ്ററാണ്. പക്ഷേ പുള്ളിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്നുള്ളത് കൊണ്ട് ആ ഒടുവിൽ ചെയ്യേണ്ട കാര്യം ഇപ്പോഴങ്ങ് ചെയ്യും. മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ചെയ്യുവോ? എന്ത് നിങ്ങളാരും മിണ്ടാത്തേ? കുഞ്ഞിന് മനസ്സിലാകുന്ന പോലല്ലേ പറയുന്നത്? ചെയ്യുവോ? ഒടുവിൽ ചെയ്യേണ്ടത് ആദ്യം ചെയ്യുമോ എന്നാ ചോദിച്ചേ? ഇല്ലല്ലോ. കർത്താവിൻ്റെ വചനം പറയുക, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ചെയ്തിട്ട് ഒടുവിൽ എങ്ങോട്ട് കയറിക്കോണം? ശക്തി. അപ്പൊ എന്തുവാ അതിന് മുമ്പ് ചെയ്യേണ്ടത്? അത് നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പ്രവാചകനോ പ്രസംഗകനോ വന്ന് ഒടുവിൽ കർത്താവിലും അത് കേട്ടാൽ മതി. നമ്മൾ അടിക്കാനിരിക്കുകയാണ്. അങ്ങോട്ട് ശക്തിയിലോട്ട് കയറുന്നതിന് മുമ്പ് ചിലത് ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തേച്ച് അങ്ങോട്ട് കയറിയാൽ മതി. ശക്തിയിലോട്ട് അല്ലേ? നോക്കാം. 5-ാം അധ്യായം 22-ാം വാക്യം വായിക്കേ. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. എന്നിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. മിണ്ടുന്നില്ലല്ലോ ആരും. സ്വോത്രം പോയി, കംപ്ലീറ്റ് പോയി. എന്നാ ഞാൻ വീട്ടിൽ നിന്ന് വാപ്പ പഠിപ്പിച്ചെന്ന് വല്ലോ ആണോ ഇവിടെ പറയുന്നേ? അതോ സ്വന്തമായി വല്ല വ്യാഖ്യാനം ഇട്ടോ? ഒന്നുമില്ലല്ലോ. എഴുതിയിരിക്കുന്നത് വായിച്ച് കേൾപ്പിക്കുക. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? എന്നിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. ശക്തി. ഭർത്താവ് 1 പറയുമ്പോൾ എവൾ 9 പറഞ്ഞേച്ച് പാ കണ്ട ഉടനെ ശക്തി. ആമേൻ. സ്വോത്രം പോയി. ആമേൻ. എന്ത് മിണ്ടാത്തെ? തലേന്ന് രാത്രി മുട്ടൻ അടിച്ചിട്ട് രാവിലെ പള്ളിയിലോട്ട് വരുമ്പോൾ ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും നോക്കിയിട്ടാ ചർച്ചിലോട്ട് നടന്ന് പോകുന്ന പോലും. നടന്നല്ലേ കാറില്. പള്ളിക്കകത്ത് കയറി പാ കണ്ടോ? ശക്തി. ആമേൻ. നിന്റെ നാടകത്തിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ആമേൻ. അത് വേദപുസ്തകത്തിലെ ശക്തിയുമല്ല, വേറെ ഏതോ ശക്തിയാ. ശക്തിക്ക് കുറവൊന്നുമില്ലല്ലോ, ഇഷ്ടംപോലെ നാട്ടിലുണ്ടല്ലോ. അതിലേതെങ്കിലും ഒന്നാ. ബൈബിളിൽ പറയുന്ന ആത്മാവിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ, ആ ആത്മാവിൽ നീ ശക്തിപ്പെടണമെങ്കിൽ അത് ഒടുവിൽ ചെയ്താൽ മതി. അതിനു മുൻപ് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമ്മാമ്മയാ. പണ്ടൊക്കെ വിദേശത്തായിരുന്നു, ഇപ്പോൾ സ്വദേശത്തും അങ്ങനെ. നമ്മളെയൊക്കെ പരിചയമുള്ള ചില ചർച്ചുകളിൽ നോക്കണം.
പ്രാർത്ഥന കഴിയുമ്പോൾ പാസ്റ്ററെ വേറെ അനൗൺസ്മെൻ്റ് വല്ലതും ഉണ്ടോ ചോദിക്കുക. കേട്ടോണം. ഉടനെ സഭയിൽ ഒരു കുഞ്ഞമ്മ, പാസ്റ്ററെ എൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറയും. ഉടനെ പാസ്റ്റർ നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചാൽ കൊള്ളാമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് പാസ്റ്റർ പയ്യെ കറങ്ങി തിരിഞ്ഞ് അമ്മാമ്മയുടെ മുഖത്തോട്ടൊന്ന് കണ്ണു നോക്കും. പിന്നെ അമ്മാമ്മ അവിടെ നിന്നുണ്ട്. ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഉടനെ നമുക്ക് പ്രാർത്ഥിക്കാം, നിയോഗം ഉണ്ടേ വെക്കാം. നിയോഗം എവിടെ നിന്ന് വരണം? എന്ത് നിങ്ങളാരും മിണ്ടാത്തേ? അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞാൽ പോരെ. നിങ്ങളൊരുമാതിരി കിറിഞ്ചിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇതെല്ലാം ഈ വകുപ്പ് തന്നെയാണ്. പിടി കിട്ടുന്നുണ്ടോ? അല്ലാത്തവർക്ക് എന്താ വിഷമം? ആമേൻ. സന്തോഷത്തോടിരിക്കുക. സ്തോത്രം. അപ്പോ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, എന്നിട്ട് ശക്തിയിലോട്ട് കയറണം. താഴോട്ട് വായിച്ചേ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താവാണ് തല, അത് മറക്കരുത്. അടുത്തത്, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കുകയാണ്. ചിലരുടെ ബൈബിളിൽ അത് സായല്ല, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് അല്ല, സായാണ്. സകലത്തിലും. നമ്മളിത് കല്യാണത്തിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പറയത്തുള്ളൂ. അന്നെങ്ങാനും കേൾക്കത്തുമോ? എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതി എന്നും പറഞ്ഞായിരിക്കുന്നത്. ഇത് സഭാലേഖനമാണ്. സഭയ്ക്കകത്ത് ഇത് പഠിപ്പിക്കേണ്ടതാണ്. ഇന്ന് ദേശത്തിൻ്റെ നടുവിൽ അനേക കുടുംബങ്ങൾ മാതൃകയില്ലാതെ ജനത്തിൻ്റെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ ദൈവനാമം ദുഷിപ്പിക്കുന്നതിനെ കാരണം കൃത്യമായി പഠിപ്പിക്കേണ്ടത് സഭയ്ക്കകത്ത് പഠിപ്പിക്കാതെ, കുടുംബജീവിതത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച്, പ്രാധാന്യങ്ങളെക്കുറിച്ച് ദൈവസഭയ്ക്കകത്ത് പറയാതെ ഇപ്പോഴും രക്തസ്രാവക്കാരിയെ നയ്യീൻ്റെ പട്ടണത്തിൽ കൊച്ചിനെ ഉയർപ്പിച്ചും കൊണ്ടിരിക്കുക. അതിന് അപ്പുറത്തോട്ട് ഇങ്ങേര് പോവുകയില്ല. ആമേൻ. സ്തോത്രം. പണ്ട് നിങ്ങൾക്കറിയാമോ, ഒരു സഭയിൽ നിന്നൊരു ചെറുക്കനും പെണ്ണും എന്ത് ചെയ്യില്ല? ഒരു സഭയിലുള്ള പെണ്ണും ചെറുക്കനും എന്ത് ചെയ്യില്ല? വിവാഹം കഴിപ്പിക്കില്ല. ഇന്നോ? നിങ്ങൾ പറഞ്ഞാൽ മതി മറുപടി. ഇന്നൊരു പാസ്റ്റർ അങ്ങനെ പറയുമോ? പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങേരെ തട്ടി ദൂരെ കളയും. സ്തോത്രം. എന്താ കാരണം? ഇവിടെ വിശുദ്ധ തിരുമേശ നടക്കുന്ന സമയത്തും അവിടെ കണ്ണും നോട്ടമായിരിക്കും. പിടി കിട്ടുന്നുണ്ടോ? ഒരു സഭയിലുള്ളവരെ സഹോദരങ്ങളാണ്. അങ്ങക്കിതൊന്നും ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം. അപ്പോ സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഷായല്ല, സകലത്തിലും. അടുത്ത വാചകം വായിച്ചാട്ടെ. ഭർത്താക്കന്മാരെ, അപ്പൊ നിർത്തിയില്ല. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഭാര്യമാരെ എന്ത് ചെയ്യണം? എന്നിട്ട് അങ്ങോട്ട് കയറിയാ മതി. ശക്തി. സ്തോത്രം. എന്താ അച്ചായന്മാരുടെ മുഖമൊക്കെ മങ്ങിയല്ലോ. എൻ്റെ പ്രിയരെ, ഇന്ന് ഓരോ പാസ്റ്റർമാർ സ്റ്റേജിൽ കയറി എന്ന് ശക്തമായ ദൂതൊക്കെ അങ്ങോട്ട് അടിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആത്മാവിൽ ഉറഞ്ഞു തുള്ളുമ്പോൾ നിങ്ങൾ പയ്യെ കോങ്കണ്ണിട്ട് അങ്ങേരുടെ ഭാര്യയുടെ മുഖം ഒന്ന് നോക്കിയാൽ മതി. അവിടെ മനസ്സിലാവും കാര്യം. അവരവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുക. കാര്യം ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ ആരാ പുള്ളി എന്ന് ഇവർക്കല്ലേ അറിയത്തുള്ളൂ. ഉണ്ടെന്നില്ലല്ലോ. സ്തോത്രം. ചില ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ വേദനയോടും കണ്ണുനീരോടും ദൈവദാസന്മാർ കരഞ്ഞും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന കാണാം. ജീവിതമുള്ളത് കൊണ്ടാണ്. പ്രൈസലോ. ഇന്നും അനേകർ സ്റ്റേജിൽ പ്രകടനമാണ്. ആമേൻ. പക്ഷേ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കണം. അവർക്കറിയാം, അവർ എന്നാ പ്രകടനമാണ്. വീട്ടിൽ വരുമ്പോൾ ആമേ അവരൊരു സ്തോത്രം പോലും പറയത്തില്ല. കാര്യം എന്താ? വീട്ടിനകത്ത് സ്നേഹമില്ല, കുടുംബജീവിതത്തിൽ മാതൃകയില്ല. ഇന്ന് നിങ്ങൾക്കും അത് മതി. കാരണം എന്താ? എടാ, ഭാര്യയെ കളഞ്ഞ സുരേഷ് ബാബു ഇന്നും സ്റ്റേജിൽ തീ ഇറക്കുന്നു.
നിങ്ങളെപ്പോലുള്ളവർ ഇന്നും കൈയടിക്കുന്നു. ഏത് പ്രമാണം? എന്തേ മിണ്ടാത്ത? ലൈവാന്ന് എനിക്കറിയാം, നിങ്ങളെന്നെ ഓർപ്പിക്കണ്ട. ആമേൻ. ഏത് പ്രമാണം? നിങ്ങൾ തന്നെയല്ലേ പോയിരുന്നു കൊട്ടുന്നത്? സ്തോത്രം. നിങ്ങളെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ. ഇന്ന് നമുക്കിതൊന്നും ബാധകമല്ല. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്നും കയറിപ്പോവാൻ പറ്റുന്ന സ്ഥലമല്ല നിത്യത എന്ന് പറയുന്നത്. ഉറച്ചു നിൽക്കുന്ന പറഞ്ഞു, ബാക്കി പറയാം, അവിടെ നിൽക്കട്ടെ. ഭർത്താക്കന്മാർ സകലത്തിൽ സ്നേഹിക്കണം എന്ന്. ചില ഭർത്താക്കന്മാർ സ്നേഹത്തിൻ്റെ നിർവചനം എന്താ? വലിയ സ്നേഹം, അവൾക്ക് എന്നോട് വലിയ സ്നേഹമൊന്നും, എന്നാ സ്നേഹമില്ല, കഴിച്ചോ കുടിച്ചോ എന്ന് പോലും ചോദിക്കത്തില്ല. പലരുടെയും സ്നേഹത്തിൻ്റെ നിർവചനം 24 മണിക്കൂറും അച്ചാച്ച കഴിച്ചോ, അച്ചാച്ച കുളിച്ചോ, അച്ചാച്ച കുടിച്ചോ, അച്ചാച്ച എവിടെ, അച്ചാച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സ്നേഹമെന്നാണ്. അവക്കൊട്ടും സ്നേഹമില്ല. ലവളാണെങ്കിൽ കഴിച്ചോ കുടിച്ചോ കുളിച്ചോ കുളിച്ചു ഇങ്ങനെ 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 അടിച്ചുകൊണ്ടിരിക്കുക. അതാണ് ചക്കരെ മുത്ത് പൊന്ന്, ഇതാ സ്നേഹമെന്നൊക്കെയാണ് പലരുടെയും നിർവചനം. എൻ്റെ പൊന്നച്ചായ സഹോദര, സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരാഴ്ചയില്ല മെഡിക്കൽ കോളേജിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. കൂട്ടിരുന്ന് ഉറക്കമൊഴിയാനും പൊക്കിയെടുത്ത് കക്കൂസെ കൊണ്ടുപോകാനും കെട്ടിയവളല്ലാതെ ചക്കരയും വരത്തില്ല, മുത്തും വരത്തില്ല. ഒറ്റ ദിവസം ഉറക്കമൊഴിയാൻ. പിടി കിട്ടിയോ? ഇതൊക്കെ മനസ്സിലാക്കണം. ആമേൻ. അയ്യോടാ, വന്നത് അബദ്ധമായെന്ന് ചിലരുടെ മുഖം കണ്ട. ആമേൻ. ഭർത്താക്കന്മാരോട് ഞാൻ ഓടിച്ച ഭാഗം അങ്ങ് വിടാം, സമയം പോകുന്നല്ലോ, വിവരിക്കാൻ സമയമില്ല. മുന്നോട്ട് വായിക്കുമ്പോൾ 6-ാം അധ്യായം തുടങ്ങുമ്പോൾ എന്താ പറയുന്നത്? മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. എന്നിട്ട് എങ്ങോട്ട് കയറിയാ മതി? ശക്തി. ഇന്നെല്ലാത്തിൻ്റെ ശക്തി പോവും. ആമേൻ. എന്താ മിണ്ടാത്തെ? മക്കളേന്ന് വിളിച്ചപ്പം ഇരിക്കുന്നവരെല്ലാം എങ്ങോട്ടാ നോക്കുന്നേ? ഫ്രണ്ട് നിരയിലോട്ടാ നോക്കുന്നേ. പിള്ളേരെ നോക്കണ്ട, തന്നെത്താനൊന്ന് നോക്കേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മക്കളാ. ഈ പായ്ക്കകത്തിരുന്ന് 100, 110 നീ ആത്മാവിലാകുന്ന മോന, ഒരു നിമിഷം ചിന്തിക്കേ. നിന്റെ മാതാപിതാക്കൾ എവിടെ? അവരുടെ അവസ്ഥ എന്തേ? അവരെങ്ങനെ കരുതുന്നു? ഭയങ്കര ആത്മാവാണല്ലോ അമ്മാമ്മേ പള്ളിയിലെ, ഭയങ്കര ആത്മാവാണല്ലോ അച്ചായ. ആ വയസ്സായ അപ്പനും അമ്മ എന്തി? പ്രൈസലോ. നിങ്ങൾ കൂടിപ്പോയാൽ ഇനി വിളിക്കത്തില്ല. അതിനപ്പുറത്ത് ഒരു പിണ്ണാക്കും ഇവിടെ സംഭവിക്കത്തില്ല. നിങ്ങൾ വിളിക്കണ്ട. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കവലകൾ വിശാലമായി കിടക്കുന്നിടത്തോളം 17 വർഷമായി ചാക്കോ പാസ്റ്ററുമായിട്ട് വർഷങ്ങളുടെ ബന്ധമുണ്ട്. വർഷങ്ങളുടെ ബന്ധം. ഇതാ നേർക്ക് നേരെ ചോദിക്കുക, ഇന്ന് വരെ ഒരു ലോക്കൽ കോൾ വിളിച്ചിട്ടുണ്ടോ വെച്ചാൽ? സഭയിലൊരു മീറ്റിംഗ് ഒന്നുമില്ലേ, ഉപവാസം ഒന്നുമില്ലേ, നമ്മളെയൊക്കെ എന്താ വിളിക്കാത്ത? ഒരു ലോക്കൽ കോൾ വിളിച്ചിട്ടുണ്ടോ വെച്ചാൽ? അങ്ങനെ വിളിച്ചിട്ടില്ല, വിളിക്കത്തില്ല. അമേരിക്കയിൽ പോയിട്ട് വിളിച്ചില്ല, പിന്നല്ലേ ഇനി കേരളത്തിൽ. സ്തോത്രം. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇറങ്ങി തിരിച്ചെങ്കിൽ അവിടെ എത്തണം. പകുതി വഴിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആമേൻ. നിന്റെ മാതാപിതാക്കൾ എവിടെ? പ്രായമായ അപ്പനും അമ്മയും എവിടെ ഇരിക്കുന്നു? ആ പെറ്റതള്ളെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ, അവരെങ്ങനെ ആയിരിക്കുന്ന അന്വേഷിക്കാതെ, നീ സഭയ്ക്കകത്ത് വന്ന് സെക്രട്ടറിയും ട്രഷാറും കളിച്ച് കാണുമ്പോൾ ആത്മാവിലുമായി നടന്നാൽ നിന്റെ മേൽ ഭൂതവാന്ന്. ആമേൻ. നീ ഈ പുസ്തകത്തെ പറയുന്ന ആത്മാവിലോട്ട് കയറണമെങ്കിൽ ഇവിടെ ഡിമാൻഡ് വെച്ചിരിക്കുന്നു. നിങ്ങളുടെ അമ്മയപ്പന്മാരെ അവരെ ഒന്ന് സ്നേഹിക്കുക, അവരെ ഒന്ന് കരുത്, അവരെ ഒന്ന് അനുസരിക്കുക. നിനക്ക് നന്മയുണ്ടാകാൻ നീ ടി വി കാണുന്ന പ്രവാചകന്റെ നമ്പറിൽ കുത്തണ്ട. നിന്റെ അമ്മയപ്പന്മാരെ കരുതിയാൽ മതി. നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ, നീ ആയുഷിന്റെ പകുതിയിൽ ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറാതിരിക്കാൻ എൻ്റെ അപ്പനെയും അമ്മേനെ ഒന്ന് കരുതിയാൽ മതി. അവരെ ഒന്ന് സ്നേഹിച്ചാൽ മതി. ആമേൻ. ചിലർ പറയും, പക്ഷേ ഞാൻ 1-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടത് എല്ലാ സാധനങ്ങളും അവരുടെ മുറ്റത്ത് എത്തിച്ചിരിക്കും. ആർക്ക് വേണം? 1-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു സാധനവും എത്തിക്കണ്ട.
ഒരു 10 മിനിറ്റ് അവരുടെ അടുക്ക പോയി നിരിക്കാവോ? അവർക്ക് വേറൊന്നും വേണ്ടാന്ന്. സ്തോത്രം. അവർക്ക് വേറൊന്നും വേണ്ട. അവർ പലരും പല സ്ഥലത്ത് ഇന്ന് പലർക്കും ഇതൊക്കെ സ്റ്റാൻഡേർഡ് കുറവാ. ചില പറയും പലവട്ടം പറഞ്ഞിട്ടുണ്ട് കിളവി മാന്യന്മാരിയ്ക്കുന്ന എൻ്റെ കീഴിലോട്ട് കയറി വരല്ലോ എന്ന് ചിലർ പറയുന്ന. എങ്ങനെയുണ്ടായി മാന്യത? ഞങ്ങൾ ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഈ രാത്രി പിള്ളേർ കിടന്ന് കീറ്റിയ ഞങ്ങൾക്ക് ദേഷ്യം വരും, അല്ലേ ചാക്കോച്ച? ഞങ്ങൾ ദേഷ്യപ്പെട്ട് പറയും കൊച്ചിനും എടുക്കടി, മനുഷ്യന് കിടന്ന് ഉറങ്ങണ്ടെന്നൊക്കെ ചോദിച്ചു ഞങ്ങൾക്ക് ദേഷ്യം വരും. എത്രയോ രാത്രികളിൽ ഈ അമ്മ ഉറക്കമൊഴിഞ്ഞിരുന്നതാ. ആമേൻ. ചിന്തിക്കേ, എന്നും ദൂതും ആഴവും മർമ്മവും കേട്ട് കൈയടിച്ചുകൊണ്ട് പോയാൽ പോരല്ലോ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കേട്ടാട്ടെ. എത്രയോ രാത്രി ഉറക്കമൊഴിഞ്ഞു, എത്രയോ രാത്രി അവർ ഉറങ്ങാതിരുന്നു, അല്ലേ? ഇന്ന് നേഴ്സാണ്, ഇന്ന് ഡോക്ടറാണ്, പക്ഷെ പഠിച്ച കാലം ഓർത്തിയേ. 5:30 വണ്ടിയിൽ ഇവിടെ വന്ന് ഇറങ്ങുമെന്ന് കണ്ടിട്ട് 4 മണി തൊട്ടൊരു തോർത്തും തോളം ഇട്ടുകൊണ്ട് ഒരാൾ കുത്തിപ്പിടിച്ച് നിൽക്കുക ബസ് സ്റ്റോപ്പിൽ. അപ്പൻ അല്ലേ? വന്നിറങ്ങിയപ്പോൾ ഒരു ചാറ്റമഴ പെയ്തു. അപ്പൻ തോർത്തെടുത്ത് അപ്പൻ്റെ തലയിലല്ല ഇട്ടതേ, കൊച്ചിൻ്റെ തലയിലിട്ടിട്ട് അപ്പൻ നനഞ്ഞു പോയി. ഇപ്പം നമുക്ക് സ്റ്റാൻഡേർഡായി, അല്ലേ? സ്തോത്രം. എൻ്റെ അപ്പനെ അമ്മേനെ സ്നേഹിക്കാൻ പറ്റാതെ ആലയത്തിൽ ആരാധനയ്ക്ക് പോകുന്ന വഴി പോലും ഒരു ഗ്ലാസ് വെള്ളമോ ആഹാരമോ കൊടുക്കാൻ സമയമില്ലാതെ ചർച്ചിൽ പോകാൻ സമയമായെന്ന് പറഞ്ഞ് പടച്ചടിച്ച് പോയിട്ട് നീ കയറി കൊട്ടിയാടുന്നത് ആത്മാവിലല്ല, ഭൂതാത്മാവിലാണെന്ന് ഞാൻ പറയും. ആമേൻ. മക്കളെ, ഇന്ന് യോഗം കഴിയുമ്പം അങ്ങോട്ട് പടി ഇറങ്ങുമ്പം മനസാക്ഷി തൊട്ടൊന്ന് ചിന്തിക്കണം, എൻ്റെ അപ്പനും അമ്മയും എവിടാ? ചിലരുണ്ടേ ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയും സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം? പോകണം, കാണണം, കൊടുക്കണം, മിണ്ടണം ഒക്കെ ചെയ്യണം. ഭാര്യയുടെ അപ്പൻ്റെ അമ്മയുടെ അടുക്ക വിടൂല, നിനക്കും ഭൂതമാ. ആമേൻ. രണ്ടു കൂട്ടരുടെയും വാല്യൂ ഒന്നുപോലെ ഉള്ളൂ, അവരെ കരുതണം. ആമേൻ. എന്ത് പറ്റി? ആരുടെ സ്വോത്രമൊന്നും കേൾക്കുന്നില്ലല്ലോ. അബദ്ധം പറ്റിയതാണെങ്കിൽ ഇന്നത്തോടെ നിർത്തിയേക്കണം കേട്ടോ മക്കളെ. അത് കഴിഞ്ഞ് താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ, അമ്മയപ്പന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും കേട്ടോ, പത്യോപദേശത്തിലും മക്കളെ വളർത്തണം. സ്വന്തം മക്കളെ പത്യപ്രമാണ ഉപദേശം അനുസരിച്ച് വളർത്താൻ പറ്റാത്ത നീ ഇങ്ങോട്ട് കയറണ്ട. ശക്തി ചുമ്മാതാന്ന്. ഇവിടെ പള്ളിക്കകത്തിരുന്ന് പല പെന്തിക്കോസുകാരും ശക്തിയിലോട്ട് കയറുമ്പോൾ മക്കൾ തലതെറിച്ച് നടക്കുക. ആമേൻ. എന്താ മിണ്ടാത്തെ? സ്വതന്ത്രം. കഴിഞ്ഞ ആഴ്ചയിലൂടെ കൊല്ലത്ത് വൈകുന്നേരത്ത് കൊല്ലം ബീച്ചിൻ്റെ അവിടെ 4 മണി കഴിയുമ്പോൾ മീൻ, നല്ല വള്ളത്തിലെ മീൻ, പച്ചമീൻ കിട്ടും. ഇത് വാങ്ങാൻ ഇടയ്ക്കൊക്കെ പോകുന്നൊരു ശീലമുണ്ടായി. ഒരു ദിവസം ഇച്ചിരി നേരത്തെ പോയി 3-3:30 വള്ളമെല്ലാം വന്നു തുടങ്ങുന്നേ ഉള്ളൂ. കാറിനകത്ത് തന്നെ ഇരിക്കുക. കാറിനകത്ത് അങ്ങനെ ഇരുന്നു. ഇച്ചിരി കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വെച്ച് ചാരി അങ്ങനെ ഇരിക്കുമ്പോൾ ബീച്ചിനകത്ത് ബൈക്കിനകത്ത് ഒരു ബൈക്ക് വന്നങ്ങനെ കറങ്ങി അടിച്ച് നിന്നു. നോക്കിയപ്പോൾ നല്ല ചരടൊക്കെ കെട്ടിയ സുമാർ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് ഇറങ്ങി. പിറകി ഷാളും പുതച്ചോണ്ടിരുന്നവൾ വയ്യ ഷാളൊക്കെ മാറ്റി ഇറങ്ങിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി. പെന്തിക്കോസുകാരിയാ. അമേൻ, അമേൻ. ഞാൻ വിട്ടില്ല, പയ്യെ കാറ് തുറന്നിറങ്ങി കയ്യും കെട്ടി അങ്ങ് നിന്നു. എന്നെ കണ്ടപ്പോഴത്തേക്ക് അയ്യോ വെപ്രാളമായിട്ട് വാരി പുതച്ചിട്ട് അവനെ ഇട്ട് തോണ്ടുക, പോകാമെന്ന് പറഞ്ഞേ. അത്യാവശ്യം നമ്മൾ ഈ മീഡിയ കൂടെ ഒക്കെ കണ്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും. ചാടി പുറപ്പെട്ടങ്ങ് പോയി. അപ്പനും അമ്മയും പള്ളിയിലിരുന്ന് ശക്തി. ആമേൻ. എന്തേ ഉണ്ടാത്തേ? സ്വതന്ത്രം. നേരത്തെ ദൈവദാസൻ പറഞ്ഞ പോലെ ഡോക്ടറും എൻജിനീയറും ഒന്നും ആയില്ലേലും സ്വന്തം അപ്പൻ്റെ അമ്മേൻ്റെ മുമ്പിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ? ലോട്ടറി ആച്ചാ, ലോട്ടറി. അതിൽ വലിയൊരു നിധി വേറെയില്ല.
അവരൊന്നും ആയില്ലേലും വേണ്ടില്ല, ഈ പുസ്തകം പിടിക്കാൻ അവരുണ്ടായാൽ മതി. ആമേൻ. മക്കളെ പഥ്യോപദേശത്തിൽ വളർത്തണം. ഞാൻ ചോദിക്കട്ടെ, വില കൊടുത്തിറക്കി തിരിച്ച പിതാക്കന്മാർ പഠിപ്പിച്ചത് തെറ്റായിപ്പോയെന്നും അവര് പഠിപ്പിച്ച വിശുദ്ധിയും വേർപാടും ഒക്കെ ചുമ്മാതായിരുന്നെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ പിതാക്കന്മാരെ പരിഹസിക്കാൻ ഇന്ന് എഴുന്നേറ്റിരിക്കുന്ന തലമുറ മക്കളല്ലേ? പിടികിട്ടുന്നില്ല ഞാൻ പറയുന്നേ, മക്കളല്ലേ? അതെ, ഈ മക്കൾ നിങ്ങളുടെ പിതാക്കന്മാരെ പരിഹസിക്കാൻ തക്കവണ്ണം ഇവരെങ്ങനെ ഇങ്ങനെ ആയി? നിങ്ങളുടെ കുഴപ്പം. അവരെ പഥ്യോപദേശത്തിൽ വളർത്താത്തതിന്റെ കുഴപ്പം. അവർ പിതാക്കന്മാരെ പരിഹസിക്കുന്നവരായി മാറിയത്. ആമേൻ. ചന്ദ്രനിൽ നിന്ന് പൊട്ടി വീണ പിള്ളേരൊന്നും അല്ലല്ലോ ഈ വൃത്തികേട് മുഴുവൻ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. സ്വതന്ത്രം. മക്കളെ വളർത്തണം. എന്നിട്ട് ശക്തി. താഴോട്ട് വായിക്കുക, വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. ദാസന്മാരെ, നിങ്ങളുടെ യജമാനന്മാർക്ക് എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ പോലെ തന്നെ കീഴടങ്ങണം. സ്വതന്ത്രം. നിങ്ങൾക്കെല്ലാം ലോകപ്രകാരം യജമാനന്മാരുണ്ട്, ബോസുണ്ട്, ജോലി ചെയ്യുന്നിടത്ത്. അവർക്ക് വിശ്വസ്തനായിരിക്കണം. 8 മണിക്കൂർ ജോലി ചെയ്യാൻ പറഞ്ഞാൽ 6 മണിക്കൂർ ചെയ്ത് 2 മണിക്കൂർ കള്ളക്കണക്ക് എഴുതി വെച്ചേച്ച് അതിൻ്റെ പൈസ സ്വോത്രകാഴ്ച സഞ്ചിയിലിട്ടാൽ ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിക്കുന്ന നീ വിഡ്ഢിയാണ്. ആമേൻ. ജോലിയിൽ വിശ്വസ്തനായിരിക്കണം. ഏൽപ്പിക്കുന്ന ജോലിയിൽ വിശ്വസ്തനായിരിക്കണം. താഴോട്ട് പറ, യജമാനന്മാരെ നിങ്ങളുടെ ദാസന്മാരോട് ഭീഷണി വാക്ക് അരുത്. കീഴെ ജോലി ചെയ്യുന്ന 10 എണ്ണം കാണും. ഞങ്ങളുടെ നാട്ടിലൊരു കോൺട്രാക്ടർ അച്ചായനുണ്ട്. ഞാൻ വിളിച്ചു, അച്ചാ എവിടാ? സൈറ്റിലുണ്ട് പാസ്റ്ററെ. എനിക്കൊന്ന് കാണണമായിരുന്നു. വന്നാട്ടെ. ഞാൻ സൈറ്റിലോട്ട് ചെന്നു. കാറ് റോഡിലിട്ടിട്ട് നടന്നിറങ്ങിയാ പോയത്. അത് ഭാഗ്യമായി. നടന്നിറങ്ങി ചെന്നപ്പോൾ ഇങ്ങേര് ബംഗാളികളെ വിളിക്കുന്ന തെറിയും കേട്ടോണ്ടാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ അതിശയിച്ചു. കാരണം എന്തെന്നറിയാമോ? ഞായറാഴ്ച പാസ്റ്ററുടെ കയ്യിൽ നിന്ന് കർത്തൃമേശ മേടിച്ചുകൊണ്ട് തരുന്നത് ഈ മഹാനാ. കീഴെ നിൽക്കുന്ന ബംഗാളികളെ തെറി വിളിക്കുക, വേലക്കാരെ നികൃഷ്ടമെന്ന് എണ്ണുക, എന്നിട്ടേ ശക്തി പോലും. ആമേൻ. ഇതൊക്കെ കത്തോലിക്കരുടെയോ മാർത്തോമക്കാരുടെയോ വല്ല തെറ്റായ കാര്യമാണ് ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ചിരിച്ച് ചിരിച്ച് മറിഞ്ഞേനെ. എന്നാ നമ്മുടെ കാര്യം പറയുമ്പോൾ എന്നാ ഇത്ര വിഷമം? ആമേൻ. സ്തോത്രം. ഇതൊക്കെ ചെയ്തിട്ട് ശേഷം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും എന്നിട്ട് മതി ശക്തി. ഇനി തിരിച്ചു വരാം. ഉറച്ചു നിൽക്കണം, എന്ത് ചെയ്യണമെന്നാണല്ലോ നമ്മുടെ ചിന്ത വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്നപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. താഴോട്ട് വായിച്ചോ. ഉറച്ചു നിന്നേ ഞങ്ങൾ വാക്കിനാലോ അല്ലല്ല, എഫേസ്യ ലേഖനത്തിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുകയും പറഞ്ഞതിൻ്റെ മറുപടി കിട്ടണ്ടേ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. എഫേസ്യ ലേഖനം 6:10 താഴോട്ടാ മോനെ വായിക്കേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എടുത്തുനിൽപ്പാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിച്ചോണം. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളും. ഉറച്ചു നിന്നാൽ മഹത്വം പ്രാപിക്കാമെന്ന് ആദ്യം പറഞ്ഞു. ഉറച്ചു നിൽക്കണമെങ്കിൽ സർവായുധ വർഗം എടുക്കണമെന്ന് ഇവിടെ പറയുന്നു. എന്താ സർവായുധ വർഗം? വായിക്കാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നിൽക്കട്ടെ. എഫേസ്യ സഭയോട് പരിശുദ്ധാത്മ പറയുക, നിങ്ങൾ ക്രിസ്തുവിന്റെ സഭയാണെങ്കിൽ നിങ്ങൾ അരയ്ക്ക് എന്ത് ചെയ്യണം? സത്യം കിട്ടി. സത്യം കെട്ടണം. സത്യത്തിന് കൂട്ടു നിൽക്കാത്തതൊന്നും ദൈവത്തിന്റെ സഭയല്ല. റാന്നിയിൽ 50 സഭ ഉണ്ടായിക്കോട്ടെ, സഭയ്ക്കകത്ത് സത്യത്തിന് വിരുദ്ധമായത് നടക്കുന്നെങ്കിൽ അതിന് കൂട്ടു നിൽക്കുന്നത് ക്രിസ്തുവിന്റെ സഭയല്ല. ആമേൻ, ആമേൻ. അടുത്തതായി, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചു. അനീതിക്ക് കൂട്ടു നിൽക്കുന്നത് ക്രിസ്തുവിന്റെ സഭയല്ല. സെക്രട്ടറി അര ക്ലാസ് അടിച്ചാലും തട്ടിപ്പൊതിഞ്ഞു വെക്കുന്നെങ്കിൽ അത് യേശുവിന്റെ സഭയല്ല.
വചനവിരുദ്ധമായ അനീതി ദൈവസഭയ്ക്കകത്ത് നടക്കുന്നത് കണ്ടിട്ടും അതിനെ പൊതിഞ്ഞു പിടിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സഭയല്ല. പണത്തിനും അധികാരത്തിനും വേണ്ടി ദൈവവചനത്തെ പിറകിലെറിഞ്ഞ് കളയുന്നെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സഭയല്ല. ആമേൻ. പണ്ടൊരാൾ പറഞ്ഞായിരുന്നു, അധികാരത്തിൻ്റെ ഇടനാഴിയിൽ എൻ്റെ കാലുകളെ കണ്ടാൽ ഞാൻ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് നിങ്ങൾ വിശ്വസിച്ചോണം എന്ന് പറഞ്ഞു. സത്യമാ, വീണു. നിങ്ങളുടെ നാട്ടുകാരനാ, റാന്നിക്കാരനാ. ആമേ. അന്നേ വീണു. അധികാരത്തിനും പണത്തിനും. എന്താ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത്? രക്തം ചൊരിയാതെ വിമോചനമില്ലെന്ന് റാന്നിയിൽ പ്രഖ്യാപിച്ചത് നിങ്ങൾ മറന്നു? പാമ്പൻ പാലം പൊട്ടിച്ച്, ഏതേ മൂക്കിൻ്റെ പാലമൊക്കെ പൊട്ടിച്ച് രക്തം ചൊരിയാതെ വിമോചനമില്ലെന്ന് പറഞ്ഞ് റാന്നിയിലല്ലേ? ഉണ്ടെന്നില്ലാരും പിണക്കുവാൻ തോന്നുന്നു. ആമേൻ. മറ്റുള്ളവരോട് പറയാൻ രസമാ. നോക്ക്, അനീതിക്ക് കൂട്ടു നിൽക്കുന്നതൊരൊന്നും രക്ഷിക്കപ്പെട്ടവനല്ല, ക്രിസ്തുവിൻ്റെ സഭയല്ല. കഴുത്തർത്ത് താഴെയിട്ടാലും ദൈവവചനം വിട്ടൊരു കളിക്ക് കൈയടിക്കുന്നവൻ, ദൈവവചനത്തിന് വിരുദ്ധമായത് പൊതിഞ്ഞു പിടിക്കുന്നവൻ. ആമേൻ. നോക്ക്, അധികാരമോഹത്തിന് കൈയടിക്കുന്നവർ പെന്തക്കോസ്തിനകത്തുണ്ട്. നിങ്ങൾ മഹത്വം പ്രാപിക്കുമോ? ഞാൻ ചലഞ്ച് ചെയ്യുന്നു. പഠനമുള്ള സീനിയറായിട്ടുള്ള ഉപദേശിമാരുടെ മുമ്പിൽ ലൈവിൽ ചലഞ്ച് ചെയ്യുന്നു. ഇന്ന് പെന്തക്കോസ്തിനകത്ത് നടക്കുന്ന അധികാരമോഹം, ഇലക്ഷൻ ദൈവവചനത്തിന് ടോട്ടലി എതിരാണ്. ഇവിടെ നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞു വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ സമുദായം വിട്ടതെന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നു ഇത് വചനവിരുദ്ധമാണെന്ന് ഞാൻ ഇവിടെ വാക്യസഹിതം തെളിയിച്ചാൽ നിങ്ങൾ തിരുത്തുമോ? നിങ്ങൾ തിരുത്തത്തില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ സമുദായത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ? സ്തോത്രം, സ്തോത്രം. ഞാൻ തെളിയിക്കാം. 1 ശമൂവേൽ 15:23. 1 ശമൂവേൽ 15:23 വായിക്കേ. വേഗം വായിച്ചാട്ടെ. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നിൽക്കട്ടെ, മത്സരം എന്തുപോലെ? എല്ലാവരും പറ. ആഭിചാരം പോലെയാന്ന് ആരാ പറഞ്ഞത്? ഷമീറാണോ? ഞാനാണോ പറഞ്ഞേ? സ്വർഗത്തിലെ ദൈവം പറയുന്നു മത്സരി ആരാണ്? ആഭിചാരകനാണ്. ഈ ആഭിചാരകൻ ദൈവരാജ്യത്ത് പോവോ? തെളിവ് വേണമല്ലേ? തെളിവ്. ഗലാത്യ ലേഖനം 5:19. ആകയാൽ ജഡത്തിന്റെ പ്രവർത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, അടുത്തത് ആഭിചാരം. നിക്കട്ടെ. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം സമ്മതിച്ചോ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? മോൻ പഠിച്ചതിൻ്റെ കുഴപ്പം അതങ്ങനെ അല്ല എന്ന് പിതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പം ശാസിച്ചോണം, ഇപ്പം തിരുത്തിക്കോണം. നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുക. പരസ്യമായി നിങ്ങൾക്ക് പറയാം മോനെ പഠിക്കാത്തതുകൊണ്ട് അറിവില്ലായ്മ ഉണ്ടാ എന്ന് ശാസിക്കാം. ആമേൻ. ഇവരാരും മിണ്ടത്തില്ല. എന്താണെന്നറിയാമോ? അത് സത്യമായതുകൊണ്ട്. സ്തോത്രം. ആഭിചാരകന്മാർ ദൈവരാജ്യത്ത് പോകത്തില്ലെങ്കിൽ കസേരയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ഒറ്റ ആഭിചാരകന്മാരും മഹത്വം പ്രാപിക്കുകയില്ല. അപ്പം പാസ്റ്റർമാർക്ക് സന്തോഷമുണ്ട്, നിങ്ങൾ സന്തോഷിക്കണ്ട. കാരണം മദ്യപാനി സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നവൻ പോവോ? പറ പോവുകയല്ലോ. അങ്ങനാണെങ്കിൽ മത്സരിക്കുന്നവൻ പോകത്തില്ലെങ്കിൽ ഇവനെ ജയിപ്പിക്കാൻ വേണ്ടി വിരലും കൊണ്ടുപോയി ക്യൂ നിൽക്കുന്നവൻ പോവോ? അവിടെ കുഞ്ഞുകളിയൊന്നുമല്ല, നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുന്ന വിഷയമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ചിലർ ഉടനെ പറയും രക്ഷപ്പെടാൻ. എന്താണെന്നറിയാമോ? പക്ഷേ അത് പഴയ നിയമമാണ്. ഏതേ?
അത് പഴയ നിയമം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും എന്തിനാണ് സ്നാനപ്പെട്ടത്? പറ, എന്താ മാമ സ്നാനപ്പെട്ടെ? യേശു കർത്താവിൻ്റെ കൽപ്പനയായതുകൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ? യേശു കർത്താവിൻ്റെ കൽപ്പനയായതുകൊണ്ടല്ലേ നിങ്ങൾ സ്നാനപ്പെട്ടെ? അല്ല ഒരു പെന്തക്കോസ് ഉപദേശി പറഞ്ഞുകൊണ്ടല്ലോ. അല്ല, യേശു കർത്താവിൻ്റെ കൽപ്പന പുറങ്കാല് കൊണ്ട് തട്ടിക്കളയാൻ നിങ്ങളുടെ മനസ്സെന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വാക്ക് നിങ്ങൾ എന്ത് ചെയ്തു? അനുസരിച്ചു. ആണല്ലോ. അപ്പോൾ യേശു കർത്താവ് എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുമോ? അതോ സ്നാനം മാത്രമേ അനുസരിക്കത്തുള്ളൂ, ബാക്കി യേശു പറഞ്ഞൊക്കെ നിങ്ങൾ അടിച്ചു ദൂരെ കളയുമോ? ഇല്ല. വായിക്കാം മർക്കോസ് സുവിശേഷം 10:35. ഇനി പഴയ നിയമം ഒന്നൊരു പിണക്കം വേണ്ട. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണം. ആ സഹോദരൻ ബൈബിളിൽ ഇല്ലാത്തൊന്നും വായിക്കത്തില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ കാര്യം പറഞ്ഞു തരാൻ പോവാ. യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്നു, യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചെയ്തു തരാൻ അപേക്ഷിക്കുന്നു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. അപ്പൊ വിഷയം എത്രയേ ഉള്ളൂ? ഇവർ ഇങ്ങോട്ട് നോക്കേ, 12 ശിഷ്യന്മാര് 10 പേര് അവിടെ നിൽക്കുന്നു. 2 പേര് യേശുവിന്റെ അടുത്ത് വന്നു വരം ചോദിക്കുന്നു. ഉടനെ യേശു അവരോട് മറുപടി പറയുന്നു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. ഒരു ആത്മീയ മർമ്മം പറഞ്ഞു. പക്ഷെ ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞില്ല. ചോദിച്ചതിന്റെ മറുപടി ഇനിയാ പറയാന്നേ. വായിച്ചോ. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതാ ചോദിച്ചതിന്റെ മറുപടി. വലത്തും ഇടത്തും ഇരിക്കുന്ന കാര്യമൊക്കെ ഇപ്പൊ അങ്ങനെ അഡ്വാൻസ് റിസർവേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർക്ക് ഒരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നാട്ടുഭാഷ പറഞ്ഞാൽ 10ൽ 2 വരം ചോദിക്കാൻ പോയി. കർത്താവ് പറഞ്ഞു അത് ഒരുക്കിയിട്ടുള്ളവർക്ക് കിട്ടും, വിട്ടോളാൻ പറഞ്ഞു. ചമ്മി തിരിച്ചു വരിക. നാട്ടുഭാഷയിൽ കേട്ടോണം. ഇവർ വലിയ കാര്യത്തെ വരം ചോദിക്കാൻ പോയിട്ട് ചമ്മി തിരിച്ചു വരുന്നത് ഈ 10 പേര് കണ്ടുകൊണ്ട് നിൽക്കുക. ഈ 10 പേര് ഈ 2 പേരോട് എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് അറിയാമോ? നീരസപ്പെട്ടു. വലിയ കാര്യത്തെ വരം ചോദിക്കാൻ പോയ ചീറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നീരസം അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങി. ഇത് യേശു കണ്ടു. വായിച്ചേ. യേശു അവരെ അടുക്കൽ വിളിച്ച അവരോട്. യേശു ഈ കണ്ടിട്ട് ഈ ശിഷ്യന്മാരെ എന്ത് ചെയ്തു? അടുക്കൽ വരാൻ പറഞ്ഞു. എല്ലാം ഇങ്ങോട്ട് വരാം. വന്നിട്ടേ ജാതികളിൽ ഇങ്ങോട്ട് നോക്കേ. ആമേൻ. ജാതികൾ വേദപുസ്തകത്തിൽ 3 കാറ്റഗറി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 1 യഹൂദൻ, 2 ജാതി, 3 ദൈവമക്കൾ ആണല്ലോ. ആമേൻ. ദൈവ കുഞ്ഞുങ്ങളായിരിക്കുന്ന ശിഷ്യഗണത്തോടെ കർത്താവ് പറയുക, നോക്കൂ, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിന് കർത്താവിന് പണക്കില്ല. അത് ലോകത്തിന്റെ സിസ്റ്റമാണ്. ഒരുത്തൻ മേളിൽ കയറിയിരുന്ന് മറ്റുള്ളവരെ ഭരിക്കുന്നു. ഇതാ കണ്ടില്ലേ നിങ്ങൾ? ലോകത്തിൽ നടക്കട്ടെ, അതിന് കർത്താവിന് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. ഒന്നൂടെ, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങൾ ഇത് അനുസരിക്കാൻ തയ്യാറാണോ? നിങ്ങളിത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരൊറ്റ ഒരെണ്ണം കുത്താനും പോത്തില്ല, മത്സരിക്കാനും പോത്തില്ല. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുതെന്ന് പ്രാണനാഥന്റെ കൽപ്പന പുറങ്കാലുകൊണ്ട് ചവിട്ടി ദൂരെ എറിഞ്ഞിട്ടാണ് ഇതിനകത്ത് ഈ അധികാരമോഹമെന്ന പിശാച് ഇന്നും വാണുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആർജവമുണ്ടായി ഇത് വചനവിരുദ്ധമാണെന്ന് പറയാൻ? പറയത്തുമില്ല. പറയുന്ന ഞങ്ങളെയൊക്കെ പിടിച്ച് ക്രൂശിക്കുകയും ചെയ്യും. ആമേൻ. കേൾക്കുന്നുണ്ടോ കുഞ്ഞേ? അപ്പൊ സ്നാനപ്പെടാൻ പറഞ്ഞു. യേശുവിന്റെ കൽപ്പനയാ നമ്മൾ സ്നാനപ്പെടണം. പിന്നെ ഇതന്നെ യേശുവിന്റെ കുഞ്ഞമ്മയുടെ മോൻ പറഞ്ഞാണോ? ഇതും യേശു പറഞ്ഞാണോ? എന്നാ ചെയ്യാത്തേ? സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരുന്നു. പിന്നെ എങ്ങനെ വേണം? അതുകൂടെ പറഞ്ഞതാ. പറയാം കേട്ടോ.
നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. അച്ചായന് സെൻട്രൽ പാസ്റ്റർ ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം മറ്റുള്ള പാസ്റ്റർമാരെ ശുശ്രൂഷിക്കാൻ തുടങ്ങിക്കോളെ. അടുത്തത്, നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എല്ലാവർക്കും ദാസനാകണം. ചായന് സൂപ്രണ്ടാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവർക്കും ദാസനെ പോലെ എന്ത് ഇരിക്കണം. ഇവിടെ നേരെ തിരിച്ചാ, ഇവരെല്ലാം വേലക്കാരെ പോലെ അവിടെ പോയി 10 മണി തൊട്ട് വെയിലും കൊണ്ടൊന്ന് നിൽക്കണം. ലങ്ങേരെ ഒന്ന് കാണണമെങ്കിൽ എന്ത് ഉണ്ടാത്ത ആരും. ആമേൻ. സ്വത്രം വചനവിരുദ്ധമാണോ അല്ലയോ? നിങ്ങൾ പറയത്തില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ വചനവിരുദ്ധമാണ് ഞങ്ങൾ. സ്വത്രം. അപ്പം വചനവിരുദ്ധമായത് നമ്മുടെ ഇടയിൽ അനുവദിക്കാം അല്ലേ? കുഴപ്പമില്ല, നടക്കട്ടെ. മേലോട്ട് പോവുകയല്ല, അത് ഗ്യാരണ്ടിയാ. സ്തോത്രം. നിങ്ങൾ ഇറങ്ങിത്തിരിച്ചത് നിത്യതയ്ക്കാണെന്ന് വാഗൊണ്ട് പറയുകയും എന്നിട്ട് ഇവിടുത്തെ നിലനിൽപ്പുകൾക്ക് വേണ്ടി, ഇവിടുത്തെ അത്യാവശ്യം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തെ പിറകിലടഞ്ഞ് കളഞ്ഞിട്ട് ഉഡായിപ്പിന് കൈയടിക്കാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് തിരുവചനത്തിന് തെളിവിൽ പറയുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, ആമേൻ, അപ്പം നമ്മുടെ സഭ കുത്തഴിഞ്ഞ പുസ്തകമാണെന്ന് പോകണമെന്നാണോ പറയുന്നേ? എന്നാര് പറഞ്ഞു? TPMകാർക്ക് ഇലക്ഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. അവർക്ക് മൂപ്പനില്ലേ? ഉണ്ടല്ലോ. എന്താ അതിൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ, ഡോക്ടറാട്ടെ, എൻജിനീയർ ആട്ടെ, ജഡ്ജി ആട്ടെ, വക്കീലാട്ടെ, സഭയിൽ വന്നാൽ ആർക്ക് കീഴടങ്ങിയിരിക്കും? മൂപ്പന് കീഴടങ്ങിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? യു നോ ഐ ആം ഡോക്ടർ. ഡോക്ടറാണെ വല്ല ക്ലിനിക്കിൽ പോയിരോളൂ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും അല്ലേ? സഭ ശുശ്രൂഷകന്, ഇങ്ങോട്ട് നോക്ക്, സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണം. പക്ഷെ ഇന്നത്തെ സഭയിൽ ശുശ്രൂഷകൻ്റെ കൊങ്ങായ്ക്ക് പിടിക്കാൻ കമ്മിറ്റി ഇരിപ്പുണ്ട്. പിന്നെ എങ്ങനെയാണ് സഭ ശുശ്രൂഷകൻ ഉപദേശിക്കുന്നത്? പഥ്യോപദേശം പറയാൻ അനുവാദമില്ല. പാസ്റ്റർ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്ന കമ്മിറ്റിയാണ്. കമ്മിറ്റി ഭരിക്കുന്ന സഭ ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ തലനരച്ച പിതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ടായി, ദൈവദാസന്മാരുണ്ടായി. പറ, ഞാൻ ഇനി വേറെ മതത്തിൽ നിന്ന് വന്നോ അല്ലേ പഠിത്തമില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോന്നെങ്കിൽ പറ. ഈ പുസ്തകത്തിലെ സഭ മൂപ്പന് കീഴടങ്ങിയിരിക്കുന്ന സഭ, എൽഡർക്ക് കീഴടങ്ങിയിരിക്കുന്ന സഭ, അധ്യക്ഷന് കീഴടങ്ങിയിരിക്കുന്ന സഭ, അതാണ് പുസ്തകത്തിലെ ദൈവസഭ. സ്തോത്രം. ഇന്ന് സഭയിൽ ദൈവദാസന്മാർക്ക് പഥ്യോപദേശം കൃത്യമായി പഠിപ്പിക്കാൻ പറ്റുന്നില്ല. വല്ലോ മിണ്ടിപ്പോയാൽ കമ്മിറ്റി കൂടി കത്ത് കൊടുത്ത് സ്ഥലം മാറ്റും. ആമേൻ. കൊച്ചുങ്ങളെ കൊണ്ട് കെട്ടിപ്പറക്കി നടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഇവർ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകും. ഇതുമൂലം നഷ്ടപ്പെടുന്നത് ഒരു കൂട്ടം ജനത്തിൻ്റെ നിത്യതയാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ. ഇനി അത്യാവശ്യം വേണം ഒരാളെ. ഇരിക്കുന്നു 2, 4, 6, 8. ഈ 8 പേർക്ക് ഒരു നേതൃത്വം വേണം. ആയിക്കോട്ടെ, വേദപുസ്തകം അനുസരിച്ച് എലക്ഷൻ അല്ല, സെലക്ഷൻ. അങ്ങനെ ഈ 8 പേരും ഓരോരുത്തർ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണുന്ന ഒരു മനസ്സുമായി ഒന്നിച്ചുകൂടണം. ഒന്നിച്ചുകൂടി ഒരുമിച്ചിരുന്ന് കൈകോർത്ത് ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവിനോട് ആത്മാവിൽ ആലോചന ചോദിച്ച് 8 പേരുടെയും പേരെഴുതി ചീട്ടിടണം. ഇച്ചിരി കറുത്തുമൊക്കെ ഇരിക്കുന്ന ഒരു ഉപദേശിയുടെ പേരാ വീഴുന്നെങ്കിൽ റവയും മൈദായും ഒക്കെ 3 വർഷം ഉപദേശിക്ക് കീഴടങ്ങിയിരിക്കണം. ഇപ്പം ഇച്ചിരി താഴ്മയൊക്കെ പഠിക്കും. ഇതങ്ങനല്ലല്ലോ. ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ മക്കളുടെ മക്കള്, ഞങ്ങളുടെ മക്കള്, വിശ്വാസികൾ എന്നും അണികൾ. ഇവരെല്ലാം ഇങ്ങനെ തലമുറയായി കരുണാകരൻ വെച്ചുകൊണ്ടിരുന്ന പോലെ കസേരയും പിടിച്ച് വെച്ച് അടുത്തവനെ ശ്രേഷ്ഠനും തണ്ടുന്നതിന് പകരം കൂടപ്പുറപ്പിനെതിരെ, കൂട്ടുദൈവദാസനെതിരെ പത്രിക ഇറക്കി അവൻ കള്ളനാണ്, അവൻ മോശപ്പെട്ടവനാണ്, അവൻ ഇത്ര സഭ തൊലച്ചവനാണ്, അവൻ അപ്പിടിയാണ് ഇപ്പിടിയാണ്. ഇത് പറയുമ്പോൾ ആഭിചാരകൻ എന്ന കാറ്റഗറിയിൽ നിന്ന് ഇവൻ അടുത്തൊരു കാറ്റഗറിയിലും കൂടെ വന്നു. ഏതേ? സഹോദരനെ ഭയക്കുന്നവനെല്ലാം കൊലപാതകൻ. അപ്പം ഇവൻ ആരും കൂടെ ആയി? കൊലപാതകി. ഒരു കൊലപാതകൻ്റെ ഉള്ളിൽ എന്തില്ല? നിത്യത. എന്നാലും പോത്തില്ല. പിടികിട്ടിയോ? നിങ്ങൾക്കൊന്നും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല, എനിക്കറിയാം.
ഞാൻ ചോദിക്കട്ടെ, ഞാനോ നിങ്ങളോ ഒരാൾ ഇവിടെ എഴുന്നേറ്റ് ഒന്ന് പ്രസംഗിച്ചുകൊണ്ട് ഇത് മാറുമെന്നുള്ള മിഥ്യാബോധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഇതൊന്നും എനിക്കില്ല. പക്ഷേ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ലേ? ഞാനതിൽ പങ്കാളിയാവത്തില്ലെന്ന് വ്യക്തിപരമായി തീരുമാനിക്കാൻ പറ്റത്തില്ലേ? അതിനെന്തുകൊണ്ട് പറ്റുന്നില്ല? അണികളില്ലെങ്കിൽ നേതാവുണ്ടോ? ആമേൻ. സഭകളിൽ ഓരോ പാസ്റ്റർമാരും പഠിപ്പിക്കണം ജനത്തെ ഇതായി മത്സരം. ഈ അടുത്തിടയ്ക്ക് ഒരമ്മാമ്മ വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററേ, നമ്മൾ സഭയിൽ ഈ PYPയുടെയും പിന്നെന്തുവാ WCO MCO എന്താണ്ടൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ താലന്ത് പരിശോധനയൊക്കെ ഇതൊക്കെ നടത്തുന്നേ. അപ്പോൾ ഈ മത്സരം തെറ്റാന്ന് പറയുമ്പോൾ അതും തെറ്റാവുമോ പാസ്റ്ററേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മാമേ, കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്ത കഴിവ് അവർക്ക് സെക്രട്ടേറിയറ്റിൽ പ്രദർശിപ്പിക്കാൻ ഒക്കത്തില്ലല്ലോ, സഭയിലല്ലേ പറ്റത്തുള്ളൂ. അവർക്ക് ദൈവം കൊടുത്ത കഴിവ് അവർ സഭയിൽ പ്രദർശിപ്പിക്കട്ടെ, അത് അനുഗ്രഹമാണ്. പക്ഷേ അതിന് ഫസ്റ്റും സെക്കൻഡും വെക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. അത് വെച്ചത് നീയല്ലേ? ഫസ്റ്റും സെക്കൻഡും വെച്ചപ്പോൾ ഇതെന്തായി? മത്സരമായി. ആ കുരുന്ന് ഹൃദയത്തിൽ പോലും മറ്റവനെ തോപ്പിക്കണമെന്ന് പറഞ്ഞുള്ളൊരു വാശി ചെറുപ്രായം തൊട്ടേ ഉരുവാക്കിയല്ലേ നമ്മൾ ഈ കുഞ്ഞിനെ വളർത്തുന്നത്, അല്ലേ? ഈ അകത്ത് ചെറുപ്രായത്തിൽ നമ്മൾ ഇട്ടുകൊടുക്കുന്ന വിത്തല്ലേ വളരുമ്പോഴും ഇവൻ്റെ ഉള്ളിൽ മറ്റവനെ പരാജയപ്പെടുത്തണമെന്ന് കിടക്കുന്ന ഒരു വാശി ഉരുവാക്കിയെടുക്കുന്നത്. പകരം ഈ കുഞ്ഞിലെ അവനോടെ മറ്റവൻ അവൻ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ മക്കളെ എന്ന് പറഞ്ഞ് അവനെ ഒരു പടിയും കൂടെ സ്നേഹിക്കാൻ പഠിപ്പിച്ചെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ? ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടുത്ത PYP മത്സരം ഒഴിവാക്കുമെന്നങ്ങാണ് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങളിതെല്ലാം കേൾക്കും, കൈയടിക്കും, അങ്ങോട്ടിറങ്ങും, പറയും, എന്തുവാ സത്യം അല്ലയോടി പറഞ്ഞത്? അങ്ങനെയൊക്കെ പറയാനും ആരെങ്കിലും ഒക്കെ വേണ്ടേടി? വേണം. അടുത്ത ആഴ്ചയോ ശങ്കരം പിന്നെയും കോക്കനട്ടിൽ. അല്ലാതെ വ്യത്യാസമൊന്നും വരുമൊന്നും വ്യാമോഹമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, തിരുത്തപ്പെടുന്നൊരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരുന്നുണ്ടേ. ഇന്ന് തല നരച്ചവർ പലരും ഈ കള്ളത്തരത്തിന് മൗനസമ്മതം കൊടുക്കുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ പറയുക, അച്ഛാ ഒട്ടും കോംപ്രമൈസ് ചെയ്യരുത്, ഇങ്ങനെ തന്നെ നിൽക്കണം, ഇങ്ങനെ തന്നെ പ്രസംഗിക്കണം, ഞങ്ങളൊക്കെ കൂടുണ്ടെന്ന് പറഞ്ഞ് ഒരു പുതിയ തലമുറ ഇവിടെ ഉപദേശത്തിന് വേണ്ടി എഴുന്നേറ്റ് വരുന്നുണ്ടായി. ഒരു പുതിയ തലമുറ പ്രമാണത്തിന് വേണ്ടി ഇവിടെ എഴുന്നേറ്റ് വരുന്നുണ്ടായി. ഞാൻ വിശ്വസിക്കുന്ന കാഹളം ധ്വനിക്കാം താമസമെങ്കിൽ ഈ ആത്മീയ ലോകം അടുത്തൊരു യൂത്തിന്റെ കൈകളിൽ ഭദ്രമായി ദൈവം പരമേൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ആർജവമുള്ള ഒരു തലമുറ എഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം. ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ അല്ലേ സഭ? ദൈവം എഴുന്നേൽപ്പിക്കും. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ എന്നും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടേ, കർത്താവേ, ആശാരിയെ പോലെ ഒരു 2 എണ്ണത്തെ ഒന്ന് എഴുന്നേൽപ്പിച്ചുകൂടായിരുന്നു? അങ്ങേരുന്നും ഉണ്ടായിരുന്ന അവനെയൊക്കെ കാലേ വാരി ഭിത്തിയിലടിച്ചേനെ. മനസ്സിലായോ? ആമേൻ. അതൊക്കെയാ സ്തോത്രം. ഒരു ആത്മീയ എരിവുള്ള മനുഷ്യൻ. സ്തോത്രം. നോക്കേ, അനീതിക്ക് കൂട്ടു നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭയല്ല. ആമേൻ. അവിടെ നിന്ന് അങ്ങോട്ട് വിശദീകരിച്ചു പോകാൻ സമയമില്ല, ഞാൻ അവിടെ നിർത്തുക. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന്, നമ്മുടെ കുറിവാക്യത്തിലോട്ട് തിരിച്ചു വരാം വേഗം. ആമേൻ. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളു. എങ്കിൽ മാത്രമേ മഹത്വം പ്രാപിക്കത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് വലിച്ചെടുത്തോണ്ട് പോവുകയല്ല. വാക്കിനാലും ലേഖനത്താലും ദൈവസഭയ്ക്ക് ഉപദേശം നൽകപ്പെട്ടിട്ടുണ്ട്, പ്രമാണം നൽകപ്പെട്ടിട്ടുണ്ട്. വേർപെട്ട ദൈവമക്കൾക്ക് പ്രമാണമുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതേ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സും ക്രിസ്തുവിനോടുള്ള ഏകാഗ്ര നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നല്ലേ പറഞ്ഞേ? രക്ഷിക്കപ്പെട്ടവനെ ശാനം മുങ്ങിയവനെ വലിച്ചെടുത്തോണ്ട് പോകുമെങ്കിൽ പിന്നെ പൗലോസിന് എന്തിന് ഭയം? പ്രൈസ് ദ ലോർഡ്. എടാ, അകത്ത് വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങ് പോകുമെന്നാണല്ലോ നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ എന്തിന് ഈ സഭയെക്കുറിച്ച് ഭയപ്പെടണം? പിശാച് ഇവരെ തെറ്റിക്കുമോ എന്ന് എന്തിന് പേടിക്കണം? എങ്ങനെ തെറ്റിയാലും എങ്ങോട്ട് പോയാലും അങ്ങ് എത്തുമെന്നാണെങ്കിൽ പ്രൈസ് ദ ലോർഡ്. ഭയപ്പെടണം,
ഭയപ്പെട്ടേ മതിയാകൂ. വിശ്വാസ ജീവിതം കുഞ്ഞുകളിയല്ല. ആ ഭയത്തിൻ്റെ കാരണം ഒന്നാം ലേഖനത്തിൽ എഴുതി, 2-ാം ലേഖനത്തിലാ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലാ ഭയത്തെക്കുറിച്ച് പറഞ്ഞത്. അതിൻ്റെ കാരണം 1-ാം ലേഖനത്തിൽ എഴുതി. ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞേ മൈക്ക് കൈമാറാം. ഇതൊക്കെ ഉപവാസ പ്രാർത്ഥനകൾ വെച്ച് വിശ്വാസികളെ അക്കമിട്ട് ഉരുട്ടി പഠിപ്പിക്കേണ്ടുന്ന ക്ലാസ്സുകളാണിത്. സ്തോത്രം. ഞാനിപ്പോൾ നിങ്ങളടുത്ത് രക്ഷിക്കപ്പെടണം, ശാനപ്പെടണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാം ചെയ്തവരതിനകത്തിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം മേപ്പോട്ട് പോകുന്നൊന്നും മിഥ്യാധാരണ ഉണ്ടാക്കരുത്. 1 കൊരിന്തി 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നിങ്ങളെ വിടാം. സഹോദരന്മാരെ കണ്ടോ, പൗലോസ് പലയിടത്തും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്തേ? സഹോദരന്മാർ. അങ്ങനെ ഒരു വെളിപ്പാട് അകത്തുള്ളവനെ വിളിക്കാൻ പറ്റും. പിടികിട്ടിയോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തെ ആരാധിക്കാൻ ജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരെ നോക്കിയിട്ടെ റോമാ പൗരത്വം ഉള്ളവൻ ആവർത്തിച്ച് പലപ്പോഴും വിളിച്ചു സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ കൃപയാൽ വേർതിരിക്കപ്പെട്ടവനെല്ലാം കൂടപ്പുറപ്പാണ്, സഹോദരനാണെന്ന് അകത്തൊരു വെളിപ്പാടുള്ളവനെ അത് വിളിക്കാൻ പറ്റൂ. ഇന്ന് ഇതിൻ്റെ അകത്ത് വന്നിട്ടും കളറും ജാതിയും സുറിയാനി മലങ്കരയൊക്കെ തിരിച്ച് സംസാരിക്കുന്നവൻ ഇതിനകത്തുണ്ടേ. ഇവനൊന്നും രക്ഷിക്കപ്പെട്ടവനല്ല. രക്ഷിക്കപ്പെട്ടവൻ്റെ അകത്തൊരു വെളിപ്പാട് കയറും, ഇതെൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ രക്തബന്ധങ്ങൾ 6 അടി മണ്ണുകൊണ്ട് ഇഡലിയും സാമ്പാറും വെച്ച് തീരുമ്പോൾ അവിടം കൊണ്ടുപോലും അവസാനിക്കാതെ നിത്യത വരെ തുടരുന്ന പിരിയാബന്ധമാണ് ക്രൂശിൻ്റെ രക്തത്താൽ ഉളവായ രക്തബന്ധം. അതകത്ത് വെളിപ്പാടുള്ളവനറിയാം. എനിക്ക് അനുഭവമുണ്ട്. ഒരിക്കൽ ഒരു ഉപദേശി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ ഞങ്ങളുടെ ഏരിയ വന്നൊരു പരസ്യയോഗം നടത്താവോ എന്ന്. ഞാൻ പറഞ്ഞു പിന്നെന്താ നടത്താലോ. അപ്പോൾ പാസ്റ്റർ സൗണ്ട് സിസ്റ്റവും പാട്ടുകാരും ഒക്കെ ആയിട്ട് അങ്ങ് വരുമോ? ഇങ്ങനെ എല്ലാം ആയിട്ട് വന്നേക്കാം. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മൈക്ക് ഓർഡർ എടുക്കണം, നടത്തേണ്ടുന്ന സ്ഥലം എവിടേക്കാണെന്നൊന്ന് എഴുതി വെക്കണം, വേറെ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ആ സ്ഥലങ്ങളിലെല്ലാം വന്നങ്ങ് നടത്താമെന്ന് പറഞ്ഞു. ആ ശരി, എന്നാൽ പിന്നെ നമുക്കൊരു ഡേറ്റ് ഞാൻ വിളിച്ചു പറയാം. ആയിക്കോട്ടെ ശരി. ഇത്രയും പറഞ്ഞിട്ട് അടുത്തൊരു പദം, പിന്നെ പാസ്റ്ററേ ചെറിയൊരു വിഷയമുണ്ട്. എന്താ? അവിടെ മൊത്തം നിങ്ങളുടെ ആളുകളാ. നിങ്ങളുടെ ആളുകളാണ്. അപ്പം ഞാൻ ഓർത്തു ഒന്നുകിൽ അവിടെ മൊത്തം പാസ്റ്റർമാരാ, കാരണം ഞാൻ ആരാ? പാസ്റ്ററാണല്ലോ. അപ്പം പിന്നെ അവിടെ പരസ്യവും നടത്തേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഉദ്ദേശിച്ച ആരാ? അവിടെ മൊത്തം മുസ്ലിങ്ങളാണ്. അപ്പം ഇവൻ എന്നെ ആരാട്ടാ കണ്ടേ? അതാ പറഞ്ഞേ. പിടി കിട്ടുന്നുണ്ടോ? അകത്തിരിക്കുന്ന വിഷമാ. ആമേൻ. രക്ഷിക്ക അതൊക്കെ പറയും. അപ്പത്തിൻ്റെ അംശം കണ്ടിട്ടില്ലേ? തിരുമേശ ഉള്ളതിൻ്റെ അന്ന് ചിലത് മുമ്പിൽ വന്നിരിക്കുന്നത്, കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കാതിരിക്കാൻ. അയ്യോ ഉഗ്രം വിഷമാ. സ്വതന്ത്രം. എന്നാൽ അകത്ത് വെളിപ്പാടുള്ളവൻ പറയും സഹോദരന്മാരെ വായിച്ചോ. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തോട് കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. നിൽക്കട്ടെ, ശ്രദ്ധിച്ചോണം. ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റർ അഥവാ കത്ത് അല്ലേ? ആമേ. ഈ ഇത്രയും വായിച്ച ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് വായിച്ച ഈ കഷണത്തിനിടയിൽ പൗലോസ് എത്ര തവണ എല്ലാവരും എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചുമ്മാ ഒന്ന് എണ്ണിക്കേ. വിഷമിക്കേണ്ട, 5 മിനിറ്റ് ഞാൻ വിടാൻ പോവാ നിങ്ങളെ. ഒന്ന് എണ്ണിക്കേ. എത്ര തവണ കുഞ്ഞേ? എത്ര തവണ? 5 തവണ എല്ലാവരും എന്ന പദം പൗലോസ് ആ കുഞ്ഞു വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. എന്നാ പുള്ളിക്ക് മണ്ടത്തരം പറ്റി എഴുതിയതാണോ? ഒരു കത്തെഴുതുമ്പോൾ പ്രിയപ്പെട്ട ചാക്കോ പാസ്റ്റർ അറിയുന്നതിന് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും കിടന്നെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഉറങ്ങിയെന്ന് എടാ അങ്ങനെ എഴുതേണ്ട കാര്യമുണ്ടോ? ഒരു കത്തെഴുതുമ്പോൾ ചാക്കോ പാസ്റ്റർ അറിഞ്ഞു എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, കഴിച്ചോ കിടന്നോ ഉറങ്ങിയോ കണ്ടിന്യൂവേഷനായിട്ട് പോയാൽ മതി. അപ്പോൾ പൗലോസ് എന്താ അത്രയ്ക്കൊരു കത്തെഴുതാൻ പോലും ബോധമില്ലാത്ത ആളായിട്ടാണോ ഈ കുഞ്ഞു വരിക്കകത്ത് 5 തവണ എല്ലാവരും എന്ന പദം ഉപയോഗിച്ചത്? അല്ല, അതിനകത്തൊരു മർമ്മമുണ്ട്, ഒരു രഹസ്യമുണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കുക. പൗലോസ് പറയുക
നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അത് പഴയ നിയമത്തിലെ കാര്യമാണ്. പഴയ നിയമത്തിൽ നടന്ന സംഭവം പുതിയ നിയമസഭയുടെ മുമ്പിൽ എടുത്തു കാണിച്ചുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്. ഇവിടുത്തെ തങ്കു പറഞ്ഞു, പഴയ നിയമം ഒന്നും നമുക്ക് വേണ്ട, ഇവന് വാട്ടുകയറി നടക്കുക. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, പഴയ നിയമത്തിലെ സംഭവം പുതിയ നിയമസഭയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിൽ സമുദ്രത്തിൽ സ്ഥാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തന്നു. എല്ലാവരും ഒരേ ആത്മീയ, ഇങ്ങനെയാണല്ലോ. എന്താ ഇത് നിഴലാണ്. പഴയ നിയമം എന്താണ്? നിഴലാണ്. ഇനി എന്താ ഇതിൻ്റെ പൊരുളെന്നറിയണ്ടേ? അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്ന കേട്ടോണം. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. നിഴൽ എന്താ പൊരുളെ? അക്ഷരീക ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും വാഗ്ദത്ത കാനാനിലേക്ക് പുറപ്പെട്ട നമ്മുടെ പിതാക്കന്മാരെല്ലാവരും നിഴൽ. ആത്മീയ ഫറവോനായ പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ച നാം എല്ലാവരും പൊരുൾ. കേട്ടോണം, അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് നിന്നു. നിഴൽ. നാം എല്ലാവരും വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിച്ച് യേശുവിനോട് ചേർന്നു നിന്നു. പൊരുൾ. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. നിഴൽ. നമ്മളെല്ലാവരും ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു. പൊരുൾ. അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. നിഴൽ. നാം എല്ലാവരും ഒരേ പാനപാത്രത്തിൽ നിന്ന്, ഒരു പാനപാത്രത്തിൽ നിന്നാണോ? ആണെങ്കിൽ സ്വത്രം. ചിലടത്ത് ഇപ്പം സ്റ്റാൻഡേർഡ് കൂടി പാത്രം പലതായിപ്പോയി. ഇപ്പം ഇല്ല, വെള്ളം അടിക്കുന്ന കപ്പിനകത്ത് കൊടുക്കുന്ന പോലെ ചിലർക്ക് കൊണ്ടുകൂടും. എന്നാ മിണ്ടാത്തേ? സ്വത്രം അങ്ങനെ കൊടുക്കുന്നത്. ചിലർ പറയൂ സമയം ലാഭിക്കും. ചുമ്മാ വെറുതെ ഉടായിപ്പൊന്നും പറയണ്ട. സമയലാഭോ അതൊന്നും അല്ല വിഷയം. മറ്റവൻ്റെ ചുണ്ടി വെച്ചത് ഇപ്പുറത്തവൻ്റെ ചുണ്ടി വെക്കാൻ ചില അണ്ണന്മാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പാസ്റ്റർ വഴക്ക് വേണ്ടാന്ന് വിചാരിച്ച് ഇങ്ങനൊരു പരിപാടി അങ്ങ് വെച്ചിരിക്കുന്നത്. നീ ഒന്നും മേപ്പോട്ട് പോവുകയില്ല. ആമേൻ. കാരണം അത് പാത്രത്തിലായതുകൊണ്ട്, രണ്ട് പാത്രത്തിലായതുകൊണ്ടല്ല പോത്തില്ലെന്ന് പറഞ്ഞത്. നിന്റെ മനോഭാവം ഇതായതുകൊണ്ട് പോവുകയില്ല. സ്തോത്രം. എടാ, നിക്കറിട്ട് നടന്ന പ്രായം മുതൽ മീൻ പിടിക്കാൻ പോയ പത്രോസിൻ്റെ ചുണ്ടത്ത് വെച്ചത് സ്വർഗത്തിൽ ഇരുന്ന് ഇറങ്ങി വന്നവന് കുടിക്കാമെങ്കിലാ പിന്നെ നിന്റെ സ്റ്റാൻഡേർഡ്. സ്തോത്രം. ഇനി വേണം ഒരു വാദത്തിന് പറയും, അന്നിപ്പം പത്രോസ് കുടിച്ചതെന്ന് തന്നെയാ യേശു കുടിച്ചതെന്ന് പാസ്റ്റർ കണ്ടോ എന്ന് വാദത്തിന് ചോദിക്കും. ഞാൻ കണ്ടില്ല. എന്നാൽ കണ്ടൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ റാന്നി മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന ചന്തയിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. ഈ മീൻ എടുത്തു തരുന്നവൻ്റെ വിരൽ കണ്ടിട്ടുണ്ടോ? അത് കണ്ടാൽ അന്ന് മീൻ കഴിക്കത്തില്ല. അഴുകി വെളുത്തിരിക്കും വിരൽ. ചിലരങ്ങ് ഉറയൊക്കെ ഇട്ടിട്ടാ വാരി തരുന്നത്. ആ മീൻ വിൽക്കുന്നവൻ്റെ കൈവിരൽ ഈ ഗതിയാണെങ്കിൽ നിക്കറിട്ട് നടന്ന കാലം മുതൽ മീൻ പിടിക്കാൻ പോയവൻ്റെ കൈയും കാലും എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഇരിക്കുന്ന പത്രോസിൻ്റെ കാല് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ തോർത്തെടുത്ത് അരയെ കെട്ടി കുനിഞ്ഞിരുന്നേ ആ മുക്കുവൻ്റെ കാല് തേച്ച് കഴിയുമെങ്കിൽ അതിനേക്കാളും വലിയ സ്റ്റാൻഡേർഡുള്ള ഒരു അച്ചാച്ചന്മാരും നമ്മുടെ സഭയിലില്ല. അത് കണ്ടതാണല്ലോ. പിന്നെ പറയുമ്പോൾ കുറേയൊക്കെ പറയണം. കാര്യം ഈ അടുത്തിടയ്ക്ക് ഞാനൊരു പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററേ, നമ്മൾ യേശു കൽപ്പിച്ച കൽപ്പനയല്ലേ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും ഔവണ്ണം ചെയ്യേണ്ടതാകുന്നു എന്ന് തന്നെയല്ലേ കർത്താവ് പറഞ്ഞത്? എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, ഇത് അറിഞ്ഞ് ചെയ്യുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു അല്ലേ എന്ന് പറഞ്ഞു. എന്താ പാസ്റ്ററെ നമ്മുടെ ചർച്ച ഇത് ചെയ്യാത്തതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ കേട്ടോ. ഉടനെ ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ, അത് നമ്മളത് ഉപദേശമായി സഭയെ പഠിപ്പിക്കണമെങ്കിൽ യേശു കൽപ്പിക്കണം. അതുകൊണ്ട് പക്ഷെ അപ്പോസ്തലന്മാർ ചെയ്യണം ഒരിടത്തെങ്കിലും. പിന്നെ ലേഖനങ്ങളിലും അതുപോലെ എഴുതപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്കത് ഉപദേശമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? പഠിപ്പിക്കാൻ പറ്റൂ. അപ്പം അതുകൊണ്ടാണ് നമ്മളത് പഠിപ്പിക്കാം. ഇപ്പം ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ ബൈബിളിൽ എവിടെ? അത് ബൈബിളിലില്ല. അത് തിയോളജി പഠിച്ച അണ്ണന്മാരാരാണ്ട് എഴുതി വെച്ചതാ ഇങ്ങനെയൊക്കെ വേണമെന്ന്. ആയിക്കോട്ടെ, തിയോളജി പഠിച്ചവരെ ഞാൻ എതിർക്കുന്നില്ല, പഠിത്തമുള്ളവരെ ബഹുമാനിക്കണമല്ലോ. പക്ഷേ ഈ പറഞ്ഞ ഈ ന്യായം എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണോ? അതായത് യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാർ ചെയ്യണം, ലേഖനങ്ങൾ ഇത് എല്ലാ കാര്യത്തിലും, എല്ലാ ഉപദേശ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണോ? ഉപദേശ കാര്യത്തിൽ എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് യേശു കൽപ്പിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ഒരിടത്ത് പോലും ആ നാമത്തിൽ ചെയ്ത് കണ്ടില്ല.
ലേഖനങ്ങളിൽ ഒരിടത്ത് പോലും ഇല്ല. പിന്നെ അച്ചാൻ ഇപ്പോൾ ഒരാളെ സ്നാനപ്പെടുത്താൻ കിട്ടിയാൽ ഏത് കഴിപ്പിക്കുമെന്ന് ചോദിച്ചു. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ ആണല്ലോ. അതിന് അച്ചാൻ അങ്ങനെ ചെയ്യുന്നത്? അല്ല, അത് നമുക്ക് യേശുവിൻ്റെ കൽപ്പന മതി. അതിന് യേശുവിൻ്റെ കൽപ്പന മതി. അല്ല, അതിന് അപ്പോസ്തലന്മാരും ചെയ്യണം, ലേഖനങ്ങളിലും വേണം. ഇവൻ ഇരട്ടത്താപ്പല്ലേ? എന്ത് മിണ്ടാത്ത? ഒരു ന്യായം പറയുമ്പോൾ അത് എല്ലാത്തിലും ആപ്ലിക്കബിൾ ആവണ്ടേ? അപ്പോൾ എന്താ ഇവിടെ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, ഇല്ല, കറുത്തവൻ്റെയും മുറിഞ്ഞവൻ്റെയും ഒന്നും കാല് കഴുകാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. നീ അതങ്ങ് പറ. എനിക്ക് ഇച്ചിരി മാനസിക ബുദ്ധിമുട്ട് ഉണ്ട്, എന്നെ കൊണ്ട് അത് ചെയ്യാനുള്ള കൃപയില്ല. അതിന് ഇച്ചിരും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അതിന് പകരം നീ ബൈബിളിനെ കൂട്ടുപിടിക്കരുത്. കൂട്ടുപിടിച്ചാൽ വാക്യം തരാൻ ഞാൻ പറയും. ആമേൻ. പിടി കിട്ടുന്നുണ്ടോ വല്ലവും? ആമേൻ. അപ്പൊ എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അപ്പൊ അപ്പം തിന്നു, പാനപാത്രം കുടിച്ചു, ഒക്കെ ശരി. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചു. ആ പാറ ക്രിസ്തു. അന്ന് ക്രിസ്തു പാറയായി നിഴലായി അവരോടൊന്നിച്ചുണ്ടായിരുന്നെങ്കിൽ ഇന്ന് 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവ് പൊരുളായി നമ്മുടെ നടുവിലും ഉണ്ട്. അപ്പൊ നിഴലും പൊരുളും കൃത്യമാണ്. അടുത്ത വാക്ക്, അറ്റാക്ക് ഒന്നും വരരുത്. അടുത്ത വാക്ക്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നിൽക്കട്ടെ. ഇറങ്ങിയതെല്ലാരും ഒന്നിച്ച് ഒരു പാട്ടും കൂടെ പാടി. പറവോനു ഞാനിനി അടിമയല്ല. എല്ലാവരും ചെങ്കടൽ കടന്നത് എല്ലാവരും ഒന്നിച്ച്. അപ്പൊ മിരിയാം വന്ന് അടുത്ത പാട്ട് വിട്ടു. തപ്പെടുത്ത് താളം തട്ടുമോ. എല്ലാവരും സ്നാനമേറ്റത് എല്ലാവരും ഒന്നിച്ച്, അപ്പം തിന്നത് എല്ലാവരും ഒന്നിച്ച്, പാനീയം കുടിച്ചതും ഒന്നിച്ച്. പക്ഷെ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ വാഗ്ദത്ത കനാൻ കണ്ടതുമില്ല. ഇന്ന് രാത്രി മനസാക്ഷി തൊട്ട് ചിന്തിച്ചോ. ഇറങ്ങിയതെല്ലാവരും ഒന്നിച്ച്, സ്നാനപ്പെട്ടതെല്ലാവരും ഒന്നിച്ച്, അപ്പം തിന്നത് ഒന്നിച്ച്, പാനപാത്രം കുടിച്ചത് ഒന്നിച്ച്. പക്ഷെ നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതാണോ? നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതാണോ? നിന്റെ നടപ്പ് ദൈവത്തിന് പ്രസാദമുള്ളതാണോ? നിന്റെ ഇടപെടൽ ദൈവത്തിന് പ്രസാദമുള്ളതാണോ? നിന്റെ കൊടുക്കൽ വാങ്ങലുകൾ ദൈവത്തിന് പ്രസാദമുള്ളതാണോ? നിന്റെ ഫോൺ കോളുകൾ ദൈവത്തിന് പ്രസാദമുള്ളതാണോ? ഇല്ലാത്ത പക്ഷം ആമേ. അടുത്ത വാചകം വായിച്ച് പുസ്തകം അടച്ചോ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മതി, അടച്ചോ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അത് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ പുതിയ നിയമസഭയല്ലേ, അതൊക്കെ പഴയ നിയമത്തിൽ നടന്ന കാര്യമാണ്. അതൊന്നും നിങ്ങൾ അറിയണ്ട എന്നാണോ അച്ഛാ പറഞ്ഞേ? നിങ്ങളിതറിയാതിരിക്കരുത്. കാരണം അടുത്ത പദം ഇങ്ങനെയാ, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഞാനും നീയും കണ്ടു പഠിക്കേണ്ടതിന് എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൽ നടന്നയാ, ഇത് കൃപായുഗം ആയതുകൊണ്ട് ഞങ്ങൾക്കതൊന്നും വിഷയമല്ല എന്നൊക്കെ പറഞ്ഞാരെങ്കിലും ഈ വിശ്വാസ ജീവിതം ലാഘവത്തോടെ കഴിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയാം, മഹത്വം പ്രാപിക്കാനാണ് വിളിക്കപ്പെട്ടതെങ്കിൽ ആമേ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളിൽ മുറുകെ പിടിക്കാത്ത, വിശുദ്ധിയും വേർപാടും പാലിക്കാത്ത, പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാത്ത, പഥ്യ ഉപദേശം പഠിപ്പിക്കാത്ത, പഥ്യ ഉപദേശത്തിൽ നിലനിൽക്കാത്ത, വേർപാട് പാലിക്കാത്ത ഒരെണ്ണവും നിത്യതയിൽ പ്രവേശിക്കത്തില്ല. ആമേൻ, ആമേൻ. മത്സരികളാകുന്ന ആഭിചാരകന്മാരും അധികാരമോഹികളും കൂട്ടു സഹോദരനെ വഷളനെന്ന് പത്രിക ഇറക്കുന്നവനൊന്നും കൂടപ്പുറപ്പിനെതിരെ രഹസ്യ കരുക്കൾ നീക്കുന്നവനും അധികാരത്തിനു വേണ്ടി പാനൽ കളിക്കുന്നവനൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുന്നവൻ കൊലപാതകം കുറ്റമാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതിനോട് സമാനമായ ശിക്ഷ കിട്ടുന്നൊരു കുറ്റമാണ് പ്രേരണ കുറ്റം. മത്സരികൾ കുറ്റക്കാരാണെങ്കിൽ അതിന് സഹായം നിൽക്കുന്നവനും അതിന് ഓട്ടുകുത്താൻ പോകുന്നവനും എല്ലാവനും ദൈവസന്നിധിയിൽ കൂട്ടുപ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്നവർ ഈ വിഷയങ്ങളിൽ നിന്നും മാറി നിന്ന്
പത്യോപദേശ പ്രമാണമനുസരിച്ച് സ്വന്തം സഭയിൽ 10 പേരേ ഉള്ളൂ. ആ 10 പേരെ പത്യോപദേശത്തിൽ നിലനിർത്തി 1000 എണ്ണത്തെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും കർത്താവേ നല്ല 5 ആടിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുവാൻ, അതേ കർത്താവേ 1000 പന്നിക്കൂട്ടം എൻ്റെ സഭയിലില്ല, ഒരു നല്ല 10 ആടുകൾ എൻ്റെ സഭയിലുണ്ട് എന്ന് പറയുവാൻ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഒരു പുതിയ തീരുമാനമെടുക്കണം. ഒരു വാക്ക് പറഞ്ഞു മൈക്ക് കൈമാറാം. ലോക സംഭവങ്ങൾ മുഴുവൻ വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നു യേശു വരാറായെന്ന്. ആമേൻ. കർത്താവ് പറഞ്ഞു ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് കയറി നിൽക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ അന്നേരം ഗ്രഹിച്ചോണം യേശു വരാറായി. യാഗം കഴിച്ചും നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിനെന്ന് സ്വർഗം ആഹ്വാനം ചെയ്തപ്പോൾ യാഗം കഴിച്ചും നിയമം ചെയ്ത വിശുദ്ധന്മാരുടെ പുൾപിറ്റിൽ ലോകത്തിൻ്റെ അശുദ്ധിയിൽ മുഴുകി ജീവിക്കുന്ന നാണംകെട്ട രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും ഒക്കെ വിളിച്ചു വേദിക്കകത്ത് കയറ്റി പുൾപിറ്റ് കൈമാറുമ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് കയറി നിൽക്കുന്നത് കണ്ണുകൊണ്ട് കണ്ട് ആമെ മനസ്സിലാക്കിക്കോണം യേശു വരാറായി. ചിലർ ചോദിക്കും പാസ്റ്ററേ രാഷ്ട്രീയക്കാരൊന്നും വേണ്ടേ? വേണം. എവിടെ? ലോകത്തിന് വേണം. നിൽക്കേണ്ടടുത്ത് നിൽക്കണം. നല്ലതാ. ആമേ. മാവ് ദോഷമാണോ ചാക്കോ പാസ്റ്ററേ? മാവ് ഇച്ചിച്ചിയാണോ? അല്ല. പ്ലാവ് ദോഷമാണോ? അല്ല. ചക്ക അല്ലേ ദോഷമാണോ? അല്ല. ആമേ. പ്ലാവ് നല്ലതാ, ചക്ക കിട്ടും. മാവ് നല്ലതാ, മാങ്ങ കിട്ടും. പക്ഷേ നിങ്ങൾ കണ്ടത്തിൽ വിതച്ച വയലിൻ്റെ ഇടയിൽ ഒരു പ്ലാവ് വളർന്നാൽ നല്ലതാ, നിൽക്കട്ടെ 2 ചക്ക കിട്ടുമെന്ന് പറയുമോ അച്ഛാ? പറയുമോ? ആമേ. പറിച്ചെടുത്ത് ദൂരെ കളയും. കാരണം അത് വയലിൽ നിന്നാൽ അതിൻ്റെ പേര് കളയെന്ന അല്ലേ? മാവ് നല്ലതാ, നെല്ലിൻ്റെ ഇടയിൽ 2 മാവും കൂടെ വളരട്ടെ, മാങ്ങ കിട്ടുമെന്ന് പറയുമോ അച്ഛാ? പറയത്തില്ല. പറിച്ചെടുത്ത് ദൂരെ കളയും. കാരണം അത് കളയാ. അത് നിൽക്കേണ്ടടുത്ത് നിന്നാൽ നല്ലതാ, നിൽക്കരുതാത്തടുത്ത് നിന്നാൽ കളയാ. ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ പുൾപിറ്റിൽ അല്ല അത് നിൽക്കേണ്ടത്. അത് ലോകത്ത് നിൽക്കട്ടെ. ലോകത്ത് നിൽക്കുന്നതിനെ സഭയ്ക്കകത്ത് കയറ്റരുത്. ആമേ. ലോകം വേണ്ട, എനിക്ക് ഇമ്പം വേണ്ട എന്ന് പാടി 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 പതിഞ്ഞവര് ഇന്ന് ലോകം മുഴുവൻ അകത്ത് കയറ്റി വെച്ചിരിക്കുകയാ. ദൈവവചനം പറയുന്നു ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഇങ്ങനെ എത്ര പ്രമാണമാ ലംഘിച്ചുകൊണ്ടിരിക്കുന്നതായി. പിതാക്കന്മാർ വലിച്ചെറിഞ്ഞ ചവറുകൾ കുനിഞ്ഞു പറക്കുന്ന നാണം കെട്ട തലമുറയുടെ നടുവിൽ നിന്നുകൊണ്ടേ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു ആമേൻ. മഹത്വം പ്രാപിക്കാനാണ് വിളിക്കപ്പെട്ടത്. ഒരു കോംപ്രമൈസുമില്ലാത്ത വേർപാട് പാലിക്കുവാൻ, ഒരു കോംപ്രമൈസുമില്ലാത്ത ഉപദേശം സഭയ്ക്കകത്ത് പാലിക്കപ്പെടുവാൻ ചില ദൈവദാസന്മാരെങ്കിലും. ആ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. തൻ്റെ ഇടമുള്ളൊരു വാക്കാത്. അർത്ഥം ഞാൻ ഇരിക്കുന്ന കാലത്തോളം ഒരുത്തനും ഇതിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. ഞാൻ പോയ ശേഷം ഓരോ ലോക്കൽ സഭയിലെ പാസ്റ്റർമാരും ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ആത്മീയ ലോകം ഇത്രയും അധപ്പതിക്കത്തില്ലായിരുന്നു. ഓരോ പാസ്റ്റർമാർക്കും ഇത് പറയാൻ കഴിയണം. ഞാൻ ഇവിടുന്ന് മാറിയതിന് ശേഷം നിങ്ങൾ ആരെ വിളിക്കോ തുള്ളിക്കോ കളിക്കോ വിഷയമല്ല, പക്ഷേ ഞാനിവിടെ ചാർജ് ഇരിക്കുന്നിടത്തോളം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണത്തെ ഈ പുൾപിറ്റി കയറ്റത്തില്ല. വചനവിരുദ്ധമായൊരു കാര്യം ഈ സഭയിൽ നടക്കത്തില്ലെന്ന് പൗലോസിനെ പോലെ ഞാനുള്ളിടത്തോളം എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവദാസന്മാരെ ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ ഇത്രയും അധപ്പതനം ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ടായി ഇനിയും വൈകിയിട്ടില്ല. ഒരു നല്ല നാളേക്കായി മഹത്വം പ്രാപിക്കേണ്ടതിനായി പത്യോപദേശ പ്രമാണങ്ങളിൽ നിലനിൽക്കുന്ന മാറാത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാതോർക്കാം. പണ്ഡിതന്മാരെല്ലാം ഒരുപോലെ വിലയിരുത്തുന്നു ആമേ ഈ തലമുറയിൽ തന്നെ കർത്താവ് വരാൻ സാധ്യതയുണ്ടെന്ന് തെളിവുകൾ സഹിതം ബൈബിൾ പണ്ഡിതന്മാരെല്ലാം ഒരുപോലെ പറയുന്നു. യേശു വരാറായി കേട്ടോ. കുഞ്ഞ് കളിച്ചിരിക്കല്ലേ കുഞ്ഞെ. മാതാപിതാക്കളെ അനുസരിക്കാതെ നീ ശക്തിയിലോട്ടൊന്നും കയറണ്ട. മാതാപിതാക്കളെ സ്നേഹിക്കാതെ നീ പാകണ്ട, ആത്മാവിലാകണ്ട. ഭർത്താവിനെ സ്നേഹിക്കാതെ, ഭാര്യയെ സ്നേഹിക്കാതെ, കുഞ്ഞുങ്ങളെ പത്യോപദേശത്ത് വളർത്താതെ ആമേ നീ എന്തിരി ആത്മാവി കയറണ്ടെന്ന് ആമേ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഈ പ്രബോധനത്തിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. മുൻവൈരാഗ്യം ഒന്നുമില്ല. നിങ്ങളാരും എനിക്കൊരു ദോഷം ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കൊതിയേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നത് ഒരാൾ പോലും കുറയാതെ നിത്യതയിലെത്തണം.
എത്തണം. അതിനുവേണ്ടിയാണ് എൻ്റെ കർത്താവ് ഇത്രയും പീഡനങ്ങൾ സഹിച്ചത്, അതിനുവേണ്ടിയാണ് ഇത്രയും അനുഭവിച്ചത്. നിത്യതയിലെത്തണം, പിശാച് തോൽക്കണം, നാം ജയിക്കണം, കർത്താവിൻ്റെ സന്നിധിയിലെത്തണം. കാഹളം ധ്വനിക്കാൻ താമസമെങ്കിൽ വീണ്ടും കാണാൻ ഇടവരട്ടെ, അല്ലാത്ത പക്ഷം അക്കരെ നാട്ടിൽ വെച്ച് കാണാമെന്ന പ്രത്യാശയോടെ മൈക്ക് കൈമാറുന്നു. നിയോഗിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.